ിന്റെ 1640 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമ്മുടെ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഡോക്ടർ അജ്നി ഷംസുദ്ദീൻ ആണ്. BHMS, MSc Psychology, Diploma in Hospital Administration, Mind Power Trainer, Success Coach, Relationship Expert and Author, Counselor. 20 വർഷത്തെ ചികിത്സാനുഭവങ്ങൾ. ഇന്ന് ഡോക്ടർ നമുക്ക് ക്ലാസ് എടുക്കുന്നത് വിവിധ തരം തലവേദനകൾ എന്ന വിഷയത്തിലാണ്. ഈ ക്ലാസ് എടുക്കുന്നതിന് അജ്നി ഡോക്ടറെ സന്തോഷപൂർവ്വം ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. താങ്ക് യു ഡോക്ടർ മറിയമ്മ. ഡോക്ടർക്ക് താങ്ക് യു. എല്ലാവരെയും ഞാൻ ഇതൊന്ന് ഷെയർ ചെയ്യട്ടെ. താങ്ക് യു. എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ, ഇച്ചിരി എൻ്റെ സൗണ്ട് മാറിയിരിക്കും. അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പലതരം ഹെഡേക്കിനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പലതരം ഹെഡേക്കിനെ കുറിച്ച് ഒരു ക്ലാസ് എടുക്കേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ സാധാരണ മറ്റുള്ളവർക്ക് ഹെഡേക്കുകൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു ക്ലാസ്സാണ്. എന്നാലും ധനേഷ് ഡോക്ടർ ചോദിച്ചപ്പോൾ പെട്ടെന്ന് ഇതങ്ങ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഏതുതരം തലവേദനയാണെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ അറിയാവുന്നവരാണ്. എന്നാലും ചുമ്മാ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പോൾ നമുക്ക് തലവേദന എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും തലവേദന എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഡോക്ടേഴ്സ് ഒരു പേഷ്യൻ്റ് വരുമ്പോൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമെങ്കിലും പെട്ടെന്നൊരു തലവേദന എന്ന് പറയുമ്പോൾ നമുക്കത് എന്ത് സ്വഭാവമാണ്, എന്ത് രീതിയാണ്, ഏത് തരം തലവേദനയാണെന്നൊന്നും നമ്മൾ നോക്കാറില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് ഒരു പേഷ്യൻ്റ് വന്ന് നമ്മുടെ അടുത്ത് തലവേദന എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് തലവേദനയാണ്, എന്തുകൊണ്ടാണ് ആ തലവേദന വന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ പലതരം തലവേദനകളുണ്ട്. അതിൽ ടെൻഷൻ ഹെഡേക്ക് ഉണ്ട്, മൈഗ്രെയിൻ ഉണ്ട്, ക്ലസ്റ്റർ ഹെഡേക്ക് ഉണ്ട്, പിന്നെ സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു അസുഖം വന്നതിന് ശേഷം വരുന്ന തലവേദന. പിന്നെ സൈനുസൈറ്റിസ് ഉണ്ട്, ജെയിൻ സെൽ ആർത്രൈറ്റിസ് ഉണ്ട്, ഗ്ലക്കോമ കൊണ്ടുണ്ടാകുന്നുണ്ട്, ഇൻട്രാക്രേനിയൽ ഹെമറേജ് ഉണ്ട്, സബറക്കനോയിഡ് ഹെമറേജ് കൊണ്ട് വരുന്നതുണ്ട്, ഏതെങ്കിലും നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പെയിൻ കില്ലർ മറ്റു മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് വരുന്നതുണ്ട്, പിന്നെ ട്രൈജിമിനൽ ന്യൂറാൾജിയ ഉണ്ട്, സെർവിക്കൽ സ്പോണ്ടൈലോസിസ് കൊണ്ട് വരുന്ന ഹെഡേക്ക് ഉണ്ട്, റേസ്ഡ് ഇൻട്രാക്രേനിയൽ പ്രഷർ കൊണ്ട് ബ്രെയിൻ ട്യൂമേഴ്സ് ഒക്കെ വരുമ്പോഴത്തേക്ക് വരുന്നതുണ്ട്, മെനിഞ്ചൈറ്റിസ് കൊണ്ട് വരുന്നതുണ്ട്, എൻസെഫലൈറ്റിസ് കൊണ്ട് വരുന്നതുണ്ട്. അപ്പോൾ നമ്മൾ ഈ തലവേദന വരുമ്പോൾ നമ്മൾ പേടിക്കേണ്ടതാണോ അല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതായത് തലവേദനയോടൊപ്പം തന്നെ പനി ഉണ്ടാകുക, കണ്ണിൽ എന്താ പറയുന്നത് വെളിച്ചമടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുക, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പേടിക്കണം. അതായത് നെക്ക് സ്റ്റിഫ്നെസ് ഒക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് മെനിഞ്ചൈറ്റിസോ എൻസെഫലൈറ്റിസോ ഒക്കെ ആണെന്ന്, സാധാരണ തലവേദനയാണെന്ന് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യാൻ പാടില്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ന്യൂറോളജിക്കൽ സിംറ്റംസ്, ഹെമറേജ്, ഇപ്പം ഡിസിനെസ് ഒക്കെ. തലവേദന എപ്പോഴാണ് പേടിക്കേണ്ടതെന്ന് വെച്ചാൽ 60 വയസ്സിന് മുകളിൽ വരുന്ന തലവേദനയെ നമ്മൾ ശ്രദ്ധിക്കണം, അതിൻ്റെ സിംറ്റംസ് നമ്മൾ നോക്കണം. പിന്നെ പെയിൻ കില്ലേഴ്സ് ഒക്കെ കൊടുത്തതിന് ശേഷവും നമ്മൾ തലവേദന ഒട്ടും മാറുന്നില്ല, ഒരു 72 മണിക്കൂറൊക്കെ ആയിട്ടും തലവേദന അങ്ങനെ തന്നെ നിൽക്കുന്നു, ഇതിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്ന കാര്യത്തിനൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, പേഷ്യൻറ്റിന് ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന പേഷ്യൻ്റ് തലവേദന വന്ന് എണ്ണീറ്റ് ബുദ്ധിമുട്ടുക, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ വീക്ക്നെസ് ഓഫ് ആം ആൻഡ് ലെഗ്. ഇപ്പോൾ തലവേദന ഉണ്ടായി ശക്തമായ തലവേദനയായിട്ട് നമ്മൾ കിടക്കുവാണ്, പക്ഷെ നമുക്ക് കാലോ കയ്യോ ഒക്കെ ഒന്നും കോർഡിനേഷൻ ഇല്ല, ചവിട്ടാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ കാല് ചവിട്ടിയ സെൻസേഷൻ ഇല്ല, അങ്ങനെ വരിക. പിന്നെ ഛർദിലുണ്ടാകുക, ഡബിൾ വിഷൻ ഉണ്ടാകുക, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് തലവേദന. പിന്നെ നെക്ക് സ്റ്റിഫ്നെസ്, ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞു, നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടാകുക, ഡിക്രീസ്ഡ് ആൾട്ടർനെസ്, നമുക്ക് സെൻസേഷനും ഇപ്പം നമുക്കൊരു ഓറിയൻറ്റേഷൻ ഇല്ല, നമ്മൾ എവിടെയാണ്, ഏതാണ് സമയം, എവിടെയാണ് ഞാനിപ്പം, ഇതൊന്നും അറിയുന്നില്ലെങ്കിലും നമുക്ക്
ആ തലവേദനയോടൊപ്പം തന്നെ ഇങ്ങനെ വരുവാണെങ്കിലും, വീക്ക്നെസ് ഓഫ് ലിംസ് വരുവാണെങ്കിലും, തലവേദന 72 മണിക്കൂർ കഴിഞ്ഞ് കുറയുന്നില്ലെങ്കിലും, പനിയുണ്ടെങ്കിലും, പിന്നെ ഹെഡേക്ക് വിത്ത് ഫിറ്റ്സും കൂടി തലവേദനയുടെ കൂടെ അസോസിയേറ്റ് ആയിട്ട് വരുന്നെങ്കിലും, പിന്നെ ബി.പി പേഷ്യൻസിനുണ്ടാകുന്ന ശക്തമായ തലവേദന, ബി.പി കൂടുകയും അതോടൊപ്പം തന്നെ ഭയങ്കര തലവേദന വരികയും, പിന്നെ ബ്ലഡ് ക്ലോട്ട് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്പിരിൻ പോലുള്ള മെഡിക്കേഷനൊക്കെ കഴിക്കുന്നവർക്ക് ഉണ്ടാകുന്ന ശക്തമായ തലവേദന. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഭയപ്പെടേണ്ടതായ തലവേദനകൾ. അപ്പോൾ തലവേദനയോടൊപ്പം പനി, നെക്ക് സ്റ്റിഫ്നെസ്, ഓറിയന്റേഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ് ഇല്ലാതിരിക്കുക, വീക്ക്നെസ് ഓഫ് ലിംസ് വരിക, ഉറക്കത്തിൽ എണ്ണീറ്റ് തലവേദന എടുത്ത് ഭയങ്കര ശക്തമായ തലവേദന 72 മണിക്കൂറിൽ കൂടുതൽ നിൽക്കുക, പിന്നെ ബ്ലീഡിങ് ഉണ്ടാകുക, പിന്നെ ഛർദിലുണ്ടാകുക, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഒക്കെ വരുമ്പോഴത്തേക്ക് ഡബിൾ വിഷൻ ഉണ്ടാകുക, ബി.പി പേഷ്യൻസിന് ഇതുണ്ടാകുക, 60 വയസ്സിന് മുകളിൽ പേഷ്യൻ്റ് ഉണ്ടായിരിക്കുക. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം. അല്ലാതെ നമ്മളിപ്പോൾ തലവേദന എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാർക്കും തലവേദന, നമുക്കിപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യമെങ്കിലും തലവേദന വന്നിട്ടുണ്ടായിരിക്കും. തലവേദന എന്ന് പറയുമ്പോൾ നമ്മൾ വലിയ കാര്യമായിട്ട് ആരും എടുക്കാറുമില്ല. പക്ഷേ ഈ തരം തലവേദനകൾ നമ്മൾ വലിയ കാര്യമായിട്ട് എടുക്കുകയും അത് ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും ആ ട്രീറ്റ്മെൻറ്റുകൾ ഇത് ചെയ്യുകയും ചെയ്യണം. കാരണം തലവേദന എന്ന് പറയുമ്പോൾ മിക്കവാറും നെഗ്ലക്റ്റ് ചെയ്യുന്ന നമ്മൾ തലവേദന, ഒരു ചെറിയ തലവേദന വന്നാൽ ഇത്രയും ഇതാക്കേണ്ടതുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തതാണ് ആ തരം തലവേദനകൾ. പിന്നെ ചുമയ്ക്കുമ്പോൾ വേഴ്സ് ഓൺ കഫിങ് ആൻഡ് സ്ട്രെയിനിങ്. അപ്പോൾ ചുമയ്ക്കുമ്പോഴത്തേക്ക് തലവേദന കൂടുതലായിട്ട് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കണം. സിവിയർ ഇനഫ് ടു വേക്ക് ദ പേഷ്യൻറ്റ് ഫ്രം സ്ലീപ്പ്, അത് ഞാൻ പറഞ്ഞു. വൊമിറ്റിംഗ്, ഹിസ്റ്ററി ഓഫ് ട്രോമ. എന്തെങ്കിലും ഒരു ട്രോമ, നമ്മൾ തലയ്ക്കടി കിട്ടുക, തലയിടിച്ച് വീഴുക, ഇപ്പം നമ്മൾ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾ അതും ശ്രദ്ധിക്കണം. പിന്നെ നമ്മുടെ സാധാരണ വരുന്ന തലവേദനകളിൽ വേറെ ഉള്ളതാണ് ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുന്നത്. ടെൻഷൻ ഹെഡേക്ക് എന്ന് പറയുമ്പോൾ ക്ലാസിക്കലി ദേ പ്രൊഡ്യൂസ് മൈൽഡ് ഏക്സ് അക്രോസ് ദ forehead and pattern around the head. This may be due to muscle ache and frontalis, temporalis, occipitalis muscle. Tension headaches comes on resolve gradually, don't change. ഈ ടെൻഷൻ ഹെഡേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെ ഒരു വേദനയായിരിക്കും. ചുറ്റും നമ്മളൊരു ഹെയർ ബാൻഡൊക്കെ ഇങ്ങനെ കെട്ടി വെച്ച പോലത്തെ ഒരു വേദനയായിരിക്കും ടെൻഷൻ ഹെഡേക്കിന് വരുന്നത്. അപ്പോൾ നമ്മൾ വേദനയുടെ സ്വഭാവം വെച്ച് നമ്മൾ ഇപ്പോൾ സൈനസൈറ്റിസ് ആണെങ്കിൽ ഇങ്ങനെ, മൈഗ്രെയിൻ ആണെങ്കിൽ ഇങ്ങനെ എന്ന് മനസ്സിലാകുന്ന പോലെ ടെൻഷൻ ഹെഡേക്കിൻ്റെ വേദന ഇങ്ങനെയായിരിക്കും. അതായത് മസിൽസിലായിരിക്കും കൂടുതൽ അതിൻ്റെ വേദന വരുന്നത്. അല്ലാതെ ഇന്റേണലി ഒരു പ്രോബ്ലം ഉണ്ടായിട്ടല്ല നമുക്ക് വേദന വരുന്നത്. നമുക്ക് ആ കേൾക്കുന്ന ആ ടെൻഷൻ അല്ലെങ്കിൽ സ്ട്രെസ് കൊണ്ട് നമ്മുടെ മസിലിനുണ്ടാകുന്ന, അപ്പോൾ ഫ്രോണ്ടാലിസ്, ടെമ്പറാലിസ്, ഓക്സിപിറ്റാലിസ്, ഈ മസിൽസിന് ഇങ്ങനെ വരും. ഞാൻ അതിൻ്റെ പിക്ചർ കാണിച്ചു തരാം. ഇതിൽ ടെൻഷൻ ഹെഡേക്ക് തന്നെ പറയുന്ന, പക്ഷെ ആ പിക്ചറില്ല. അന്നേരം constant to mild to moderate and pain, sensitivity to sound, sensitivity to light, and feeling of something is squeezing on the sides of the head together. അതായത് അതിൻ്റെ വേദനയുടെ ഇത് ജനറലി എല്ലാത്തിൻ്റെയും കൂടെ ഒരു പിക്ചറാണ്. ഇത് നോക്കിയോ, നമ്മൾ ഓരോന്നും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ക്ലസ്റ്റർ ഹെഡേക്കിന് ഇങ്ങനെ ഒരു കണ്ണിൻ്റെ അവിടെ നിന്നായിരിക്കും പെയിന്. ടെൻഷൻ ഹെഡേക്ക് ഇങ്ങനെ ചുറ്റുമായിരിക്കും പെയിൻ. ഇതിലിപ്പം ഫ്രണ്ട് മാത്രമേ കാണുന്നുള്ളൂ, എന്നാലും ഇങ്ങനെ ചുറ്റി വരും. മൈഗ്രെയിൻ ഹെഡേക്കും ഒരു സൈഡായിരിക്കും. സൈനസ് ഹെഡേക്ക് ഇങ്ങനെ ഫ്രോണ്ടൽ സൈനസ്, എത്തമോഡൽ സൈനസ്, സ്പിനോഡൽ സൈനസ് ആൻഡ് മാക്സിലറി സൈനസ് അങ്ങനെയായിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഫ്രോണ്ടാലിസ്, ടെമ്പറാലിസ്, ഓക്സിപിറ്റാലിസ് മസിൽസിലായിരിക്കും നമ്മുടെ വേദന വരുന്നത്. ടെൻഷൻ ഹെഡേക്ക് കംസ് ഓൺ ആൻഡ് റിസോൾവ് ഗ്രാജുവലി ആൻഡ് ഡോണ്ട് പ്രൊഡ്യൂസ് വിഷ്വൽ ചേഞ്ചസ്. അപ്പോൾ നമുക്ക് ഇതിന് ടെൻഷൻ ഹെഡേക്ക് വരുന്നതിൻ്റെ കാരണം തന്നെ നമുക്കറിയാമായിരിക്കും. ചിലർക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല എനിക്ക് അതുകൊണ്ടാണ് വേദന വരുന്നതെന്ന്. നമ്മൾ വെറുതെ പറയും എനിക്ക് ഭയങ്കര തലവേദന എന്ന് പറയും. ചില ആൾക്കാർക്ക് മനസ്സിലാവും അതിന് ശേഷമാണ് എനിക്ക് തലവേദന വന്നതെന്ന്. അപ്പോൾ
മിക്കവാറും അത് അസോസിയേറ്റഡ് ആയിട്ട് എന്ത് കാണും? ഒരു സ്ട്രെസ് കാണും, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ കാണും, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീൽ സ്കിപ്പ് ചെയ്തതായിരിക്കും. ഡീഹൈഡ്രേഷൻ. ഡീഹൈഡ്രേഷൻ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മിക്കവാറും ഡീഹൈഡ്രേഷൻ കൊണ്ട് തലവേദന വരും. അത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. നമ്മൾ ചിലപ്പം ഒരു തലവേദനയോ ഒരു ബുദ്ധിമുട്ടോ വരുമ്പോൾ നമ്മൾ സത്യത്തിൽ ഒന്ന് വെള്ളം കുടിച്ച് നോക്കണം. വെള്ളം കുടിച്ച് നോക്കുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ തലവേദന കുറയും. അപ്പോൾ നമുക്ക് ആ ഡീഹൈഡ്രേഷൻ കൊണ്ടാണ് തലവേദനയോ അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ കൊണ്ട് വരുന്ന മറ്റ് പല അസുഖങ്ങളും നമ്മൾ നോട്ടീസ് ചെയ്യാറേ ഇല്ല. എസ്പെഷ്യലി ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പം ഞാനെപ്പോഴും ഓർക്കും വെള്ളം കുടിച്ചാൽ തന്നെ പകുതി മാറുമെന്ന്. പക്ഷെ വെള്ളം കുടിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കത്തില്ല. എന്തുകൊണ്ടാണ് തലവേദന വന്നതെന്ന് ചിന്തിച്ചിരിക്കും. വെള്ളം കുടിച്ചാൽ പകുതി തലവേദന മാറും. അപ്പോൾ ഈ ടെൻഷൻ ഹെഡേക്കിന് എന്താണ്? റീഅഷുറൻസ് ട്രീറ്റ്മെൻ്റ് ആണ്. പിന്നെ അനാൽജസിക് അതൊക്കെ മറ്റ് ഇതിന് പറയുന്നതാണ്. റിലാക്സേഷൻ ടെക്നിക്ക്, ഹോട്ട് ടവൽസ് ടു ലോക്കൽ ഏരിയ. നമ്മളിങ്ങനെ ഹോട്ട് ടവൽസ് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു റിലീഫ് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലായിട്ടും മസിൽ പെയിൻ തന്നെയാണ് ഇത് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഹെഡേക്കിൽ ടെൻഷൻ ഹെഡേക്ക് എന്താണെന്ന് പറഞ്ഞു. അടുത്ത സെക്കൻഡറി ഹെഡേക്ക് എന്ന് പറയുമ്പോൾ സെക്കൻഡറി ഹെഡേക്സ് ഗീവ് സിമിലർ പ്രസൻറ്റേഷൻ ടു ടെൻഷൻ ഹെഡേക്ക് ബട്ട് വിത്ത് ക്ലിയർ കോസ്. ഒരു കാരണം നമുക്ക് കാണും. ഏതെങ്കിലും ഒരു അസുഖത്തിൻ്റെ സെക്കൻഡറി ആയിട്ട് വരുന്നതായിരിക്കും സെക്കൻഡറി ഹെഡേക്ക്. ദേ പ്രൊഡ്യൂസ് നോൺ സ്പെസിഫിക് ഹെഡേക്ക് അണ്ടർലൈങ് മെഡിക്കൽ കണ്ടീഷൻ സച്ച് ആസ് ഇൻഫെക്ഷൻ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ ഓർ പ്രീ എക്ലാംഷ്യ, ആൽക്കഹോൾ, ഹെഡ് ഇഞ്ചുറി, കാർബൺ മോണോക്സൈഡ് പോയിസണിങ്. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഉണ്ടാകുന്ന തലവേദനയായിരിക്കും. പക്ഷെ ഇതിൻ്റെ സ്വഭാവവും ടെൻഷൻ ഹെഡേക്ക് പോലെ തന്നെ ഇങ്ങനെ ഒരു ബാൻഡ് ചുറ്റിയതുപോലെ ആയിരിക്കും. ഇനി അടുത്തത് സൈനുസൈറ്റിസ്. സൈനുസൈറ്റിസ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു തലവേദനയാണ്. എന്നാലും ഒന്നും കൂടെ പറയുക. ഇത് സൈനുസൈറ്റിസ് യൂഷ്വലി പ്രൊഡ്യൂസസ് ഫേഷ്യൽ പെയിൻ ബിഹൈൻഡ് ദ നോസ്, ഫോർഹെഡ് ആൻഡ് ഐസ്. This often tenderness over the affected sinusitis. Sinusitis usually resolve within 2 to 3 weeks. Most sinusitis is viral. Nasal irrigation and saline can be helpful. അപ്പോൾ സൈനുസൈറ്റിസ് എന്താണ്? ഇൻഫ്ലമേഷൻ ഓഫ് ദ ടിഷ്യൂ ഓഫ് ലൈനിങ് ദ സൈനസസ്. സൈനസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർ സ്പേസസ് ആണ്. അത് ഏതൊക്കെ? എയർ ഫ്രോണ്ടൽ സ്പേസ് ഉണ്ട്, നമ്മുടെ മാക്സിലറി സ്പേസ് ഉണ്ട്, പിന്നെ മൂക്കിൻ്റെ മുകളിൽ ഇവിടെ ഈ കണ്ണിൻ്റെ ഈ സ്ഥലത്തുണ്ട്, കണ്ണിൻ്റെ താഴെയുള്ള സ്ഥലത്തുണ്ട്. അപ്പം ഇവിടെ ഇത്രയും നമ്മുടെ എയർ സ്പേസസിൻ്റെ അവിടെ ഡിസ്ചാർജസ് ഒക്കെ ഫില്ലാകുമ്പോൾ ഉണ്ടാകുന്നതാണ് സൈനുസൈറ്റിസസ് എന്ന് പറയുന്നത്. അപ്പം നമുക്കിത് ഭയങ്കര വേദന ഉണ്ടാകും. ഈ എയർ സ്പേസിൽ കഫം ഉണ്ടാവുകയും വേദന ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ എന്തോ ഒരു ഭയങ്കര ഒരു ഹെവിനെസ് ആയിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്ന. ശക്തമായിട്ടുള്ള വേദനയും കാണും, കഫവും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ 4 സ്ഥലത്താണ് നമുക്ക് ഉണ്ടാകുന്ന ഫ്രോണ്ടൽ, നേസൽ, എത്തമോയിഡൽ ആൻഡ് സ്പിനോയിഡൽ. സൈനസ് എന്ന് വെച്ചാൽ സ്ഥലം അല്ലെങ്കിൽ എയർ ക്യാവിറ്റി എന്നുള്ളതാണ്. ഇതെന്തുകൊണ്ടാണ് ഈ സൈനുസൈറ്റിസ് ഉണ്ടാകുന്നത്? നമുക്ക് ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം, അലർജി കൊണ്ടുണ്ടാകാം, ഒബ്സ്ട്രക്ഷൻ ഓഫ് ഡ്രെയിനേജ്, അതായത് ഇവിടുത്തുള്ള ഈ സ്പേസിലൊക്കെ കൂടെ നമ്മുടെ മൂക്കിൻ്റെ അകത്തോട്ടും മറ്റുള്ള ഹോൾസിലോട്ടൊക്കെ കൂടെ ചെറിയ ഇത് ഡിസ്ചാർജസ് പോകുന്നുണ്ട്. അതിനുണ്ടാകുന്ന ബ്ലോക്ക് ഉണ്ടാകുമ്പോഴും നമുക്കുണ്ടാകും. ഒബ്സ്ട്രക്ഷൻ ഓഫ് ദ ഡ്രെയിനേജ് കൊണ്ട് ഉണ്ടാകും. പിന്നെ കണ്ടിന്യൂസ് സ്മോക്കിംഗ് ഒക്കെ ഉണ്ടാകുമ്പോഴും നമുക്ക് സൈനുസൈറ്റിസ് ഉണ്ടാകാം. ഇൻഫെക്ഷൻ ബാക്ടീരിയലോ വൈറലോ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാകാം. പിന്നെ ഡീവിയേറ്റഡ് നേസൽ സെപ്റ്റം കൊണ്ടുണ്ടാകാം, പോളിപ്പ് കൊണ്ടുണ്ടാകാം, ട്രോമ, ഇതെല്ലാം കൊണ്ട് നമുക്ക് സൈനുസൈറ്റിസ് ഉണ്ടാകാം. അപ്പോൾ ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സൈനുസൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് ദ സൈനസ് ആണ്. അത് 4 ടൈപ്പ് ഉണ്ട്: ഫ്രോണ്ടൽ, എത്തമോയിഡൽ, സ്പിനോയിഡൽ, മാക്സിലറി. ഇത് കളക്ഷൻ ഓഫ് ഡിസ്ചാർജ് അല്ലെങ്കിൽ കഫം കെട്ടി നിൽക്കുന്നതും വേദന ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. ഇതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, വീക്കം, ഫേഷ്യൽ സ്വെല്ലിംഗ് ഉണ്ടാകും, കുറച്ച് ഒരു പഫിനെസ് പോലെ ഉണ്ടാകും ഫേസിൽ, മണം നഷ്ടപ്പെടും, ലോസ് ഓഫ് സ്മെല്ല്. പിന്നെ ചില ആൾക്കാർക്ക് ഈ മാക്സിലറി സൈനസിൻ്റെ ഇതുകൊണ്ട് നമുക്ക് മോണയൊക്കെ വേദന എടുക്കുന്ന പോലെ തോന്നും. ഈ ഭാഗത്ത് ചവയ്ക്കുമ്പോൾ വേദന എടുക്കുന്നെന്ന് പറയും. ഇതൊക്കെ ഈ മാക്സിലറി സൈനസിൻ്റെ ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാകുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ്? മൂക്കടപ്പുണ്ടാകാം, മൂക്കൊലിപ്പും ഉണ്ടാകാം, വീക്കം ഉണ്ടാകാം, മണം നഷ്ടപ്പെടുക, പിന്നെ ഗംസിലൊക്കെ പെയിൻ ഉണ്ടാകുക, അങ്ങനെ ഉണ്ടാകും.
പിന്നെ ഈ സൈനസൈറ്റിസ് തന്നെ അക്യൂട്ട് സൈനസൈറ്റിസും ക്രോണിക് സൈനസൈറ്റിസും ഉണ്ട്. അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 12 വീക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ അക്യൂട്ട് സൈനസൈറ്റിസ് എന്ന് പറയുന്നത്. അത് നമുക്ക് വേറെ ഏതെങ്കിലും പനിയോ മറ്റുള്ള അസുഖങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടും നമുക്ക് അക്യൂട്ട് സൈനസൈറ്റിസ് വരാം. പിന്നെ ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് എന്നും സൈനസൈറ്റിസ് ആയിരിക്കും, ട്രീറ്റ് ചെയ്യും, മാറും, പിന്നെയും അത് ഇൻഫെക്റ്റഡ് ആകുമ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കും, അത് മാറും. നമുക്ക് ഹോമിയോപ്പത്തിക് മെഡിസിനിലാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ക്യൂർ കിട്ടും. അതല്ലാതെ ചില ആൾക്കാർ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ കൂടുതൽ അത് എവിടെയാണ് ബ്ലോക്ക് എന്താണെന്നൊക്കെ അറിയാൻ നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം, CT സ്കാൻ ഒക്കെ എടുത്ത് നോക്കാം. അല്ലാതെ തന്നെ നമുക്ക് ക്ലിനിക്കലി തന്നെ സൈനസൈറ്റിസ് ആണെന്നും ഏത് സൈനസിനെയാണ് അഫക്റ്റ് ചെയ്തതെന്നും ഒക്കെ നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതിൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ സ്റ്റീം എടുക്കുന്നത് നമുക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ്. അതിൽ കെട്ടിക്കിടക്കുന്ന കഫം മെൽറ്റായി പുറത്ത് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അത് മാത്രമല്ല ആ വേദനയും നമുക്ക് ഭയങ്കരമായിട്ട് കുറയും. കാരണം ആ ബ്ലോക്കേജ്, ഡ്രെയിനേജിന്റെ ബ്ലോക്കേജ് ഉണ്ടാകുമ്പോൾ നമുക്കത് കൂടുതൽ വേദന എടുക്കുകയും ആ ബ്ലോക്ക് മാറുമ്പോഴത്തേക്ക് നമുക്ക് സുഖമാവുകയും ചെയ്യും. പിന്നെ നെയ്സൽ ഇറിഗേഷൻ, അതായത് മൂക്ക് കഴുകുന്നത്, ഇപ്പൊ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും വാഷ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഒരു ബോട്ടിൽ ഇങ്ങനെ കിട്ടും. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. അതിലിങ്ങനെ എന്താ പറയുന്നത്, ഉപ്പുവെള്ളം അവർ തന്നെ, ആ ഉപ്പും അവർ തന്നെ തരും. ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ ഈ ഒരു മൂക്കിൽ കൂടെ ഇങ്ങനെ കയറ്റി കൊടുത്താൽ അടുത്ത മൂക്കിൽ കൂടെ എല്ലാം ഇങ്ങനെ വന്നോളും. ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല, വലിയ കഴുകുന്നതിന് വലിയ പാടൊന്നുമില്ല. പക്ഷെ അത് കഴുകി കഴിയുമ്പോഴത്തേക്ക് കുറേ കഫം അങ്ങനെ പുറത്ത് പോയിക്കോളും. നമ്മൾ ആവി പിടിക്കുമ്പോഴും കുറച്ച് കഫം നമ്മൾ പോകുന്ന പോലെ ഈ കഴുകുമ്പോഴും നമുക്ക് കഫം പോകും. അപ്പോൾ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞാൽ 4 ടൈപ്പാണ് വരുന്നത്. മൂക്കടപ്പ്, മൂക്കൊലിപ്പ്, വേദന, മണം നഷ്ടപ്പെടുക, പല്ലിന് മോണയ്ക്കും ഈ ബോണിനൊക്കെ വേദന, കുനിയാനുള്ള ബുദ്ധിമുട്ട്, കുനിഞ്ഞെണ്ണിക്കുമ്പോൾ തലയ്ക്ക് വിങ്ങുന്ന പോലെ തോന്നും. ചില ആൾക്കാർക്ക് അത് തലക്കറക്കമായിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അവർക്ക് തോന്നും എന്തോ ചില ആൾക്കാർ ഭയങ്കര സൈനസൈറ്റിസിനെ പ്രസന്റ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ്, എൻ്റെ തലയിൽ എന്തോ വളരുന്നു. കാരണം എന്തോ ഹെവിനെസ് ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പറയും ഇങ്ങനെ എന്തോ സാധനം വളരുന്നുണ്ട്, അവിടെ ബ്രെയിൻ ട്യൂമർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തന്നെ ചിന്തിക്കും. അപ്പോൾ അതാണ് സൈനസൈറ്റിസ്. അപ്പോൾ ഇപ്പം നമ്മൾ ഇതിനെ പറ്റി പറഞ്ഞു, ടെൻഷൻ ഹെഡേക്കിനെ പറ്റി പറഞ്ഞു. ടെൻഷൻ ഹെഡേക്ക് ഇങ്ങനെ നമ്മുടെ ചുറ്റുമുള്ള മസിലായിരിക്കും, ഇങ്ങനെ ഒരു ബാൻഡ് കെട്ടിയതുപോലെ ആയിരിക്കും. സൈനസൈറ്റിസ് ആണ് അടുത്തത് പറഞ്ഞത്. അടുത്തത് മൈഗ്രെയിൻ. മൈഗ്രെയിൻ ഇതിൽ അനാൾജസിക് ഹെഡേക്ക് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ മൈഗ്രെയിൻ പറയാം. അനാൾജസിക് ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് പെയിൻ കില്ലറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പം അവരുടെ അസുഖം മാറി പെയിൻ കില്ലർ നിർത്തുമ്പോഴും വേദന ഉണ്ടാവും. അത് മാത്രമല്ല, ഈ റിപ്പീറ്റഡ് ആയിട്ട് ഈ അനാൾജസിക് കഴിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട്, എക്സസീവ് യൂസ് ഓഫ് അനാൾജസിക് ഉള്ളത് കൊണ്ട് അവർക്ക് തലവേദന ഉണ്ടാവും. വിഡ്രോവൽ ഓഫ് അനാൾജസിക് ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ട്രീറ്റിംഗ് ദ ഹെഡേക്ക് ക്യാൻ ബി ചലഞ്ചിങ് in the patient with long-term pain and the analgesia is necessary to treat the headache. അപ്പോൾ അങ്ങനെ ഹെഡേക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് റിപ്പീറ്റഡ് ആയിട്ട് ഈ അനാൾജസിക് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടാണ്. അങ്ങനെ തരം ഒരു തലവേദനയാണ് നമുക്ക് അനാൾജസിക് ഹെഡേക്ക് എന്ന് പറയുന്നത്. പിന്നെ ഹോർമോണൽ ഹെഡേക്ക് ആർ റിലേറ്റഡ് ടു ഈസ്ട്രജൻ. ദേ പ്രൊഡ്യൂസ് ജനറ്റിക് ആൻഡ് നോൺ സ്പെസിഫിക് ടെൻഷൻ ഹെഡേക്ക്. ഈ ഹോർമോണൽ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എന്തോ, ഹോർമോണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഹെഡേക്ക്. കൂടുതലായിട്ട് മെനോപാസ് വിമനിൽ, അല്ലെങ്കിൽ ചില കുട്ടികൾക്കൊക്കെ പീരീഡ്സ് ആകുന്നതിന് മുമ്പ് തലവേദന വരും. പ്രഗ്നൻസിയുടെ ടൈമിൽ വരും. പ്രഗ്നൻസി ഇറ്റ് ഈസ് വേഴ്സ് ഇൻ ദ ഫസ്റ്റ് വീക്സ് and improves in the last 6 months. Headache is secondary half of the pregnancy, should be prompt to investigation of pre-eclampsia. BP ഉള്ള പേഷ്യൻസിനൊക്കെ നമുക്ക് അങ്ങനെ ഹെഡേക്ക് കാണും. ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽ ക്യാൻ ഇംപ്രൂവ് ദ ഹോർമോണൽ ഹെഡേക്ക്. അപ്പോൾ ഹോർമോണൽ ഹെഡേക്ക് എന്തായിരിക്കും, ഹോർമോണുമായിട്ട് റിലേറ്റഡ് ആയിട്ടായിരിക്കും. മോസ്റ്റ്ലി ഹോർമോൺ ഒരുപാട് ഇത് ചെയ്യുന്നത് സ്ത്രീകൾക്കായിരിക്കും. അതുകൊണ്ട് എറൗണ്ട് മെനോപാസ്, പ്രഗ്നൻസി, പീരീഡ്സിന് മുമ്പ് ഒക്കെ വരുന്ന ഹെഡേക്കൊക്കെ ഹോർമോണൽ ഹെഡേക്കായിട്ട് നമുക്ക് കണക്കാക്കാം. എല്ലാം നമ്മൾ സിംറ്റം നോക്കി നമ്മൾ മനസ്സിലാക്കുന്നതാണ്. പിന്നെ cervical spondylosis is a common condition caused by degenerative changes in the cervical spine. It causes neck pain, usually made worse by movement. However, it often present with headache. It is important to exclude other causes of neck pain such as inflammation
and malignancy of infection. It also important to exclude spinal cord and nerve root. ഇപ്പം ഈ cervical spondylosis വരുമ്പോൾ നമുക്ക് അതിനോടൊപ്പം ഒരു തലവേദന വരും. ഇവിടെ ഇങ്ങനെ ഈ ഡീജനറേഷൻ ഉള്ളതുകൊണ്ട് ഈ കഴുത്ത് വേദനയും കഴുത്തിനോടനുബന്ധിച്ച് നമുക്ക് തലയുടെ മുകൾ ഭാഗത്തോട്ടും കൂടെ വേദന വരികയും ചെയ്യും. അപ്പൊ അത് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഇതെല്ലാം നമ്മൾ ക്ലിനിക്കലി ആണ് ഈ തലവേദനകളൊക്കെ കൂടുതലും നമ്മൾ ഇത് ചെയ്യുന്നത്. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോകത്തുള്ളൂ. അപ്പോൾ അത് സെർവിക്കൽ സ്പോണ്ടൈലോസിസ് കൊണ്ടാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ ഇതുപോലെ നെക്ക് പെയിൻ ഉള്ള വേറൊരെണ്ണമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, മൈഗ്രെയിൻ അല്ലല്ലോ, മെനിഞ്ചൈറ്റിസ് വരുമ്പോഴും നെക്ക് പെയിൻ വരും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. വേറെ പനിയോ മറ്റു സിംറ്റംസോ ഒക്കെ ഉണ്ടോ. അതുപോലെ നെക്ക് സ്റ്റിഫ്നെസ് കാണും, അവർക്ക് ഇങ്ങനെ തൊടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നമ്മളത് മനസ്സിലാക്കണം. ഓക്കെ. അടുത്തത് ക്ലസ്റ്റർ ഹെഡേക്ക്. മൈഗ്രെയിൻ പറയാം കേട്ടോ. മൈഗ്രെയിൻ കുറച്ച് ക്ലസ്റ്റർ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ ഒരു സൈഡിൽ വരുന്ന ഹെഡേക്ക് ആണ്. സിവിയർ അൺബിയറബിൾ യൂണിലാറ്ററൽ ഹെഡേക്ക് ആണ്. ഇത് കണ്ണിന്, നേരത്തെ ഞാൻ പിക്ചർ കാണിച്ചല്ലോ, കണ്ണിന് ചുറ്റുമായിട്ടായിരിക്കും ഈ ഹെഡേക്ക് വരുന്നത്. ഇങ്ങനെ കണ്ണിന് ചുറ്റും വരും. ഇത് മാത്രമല്ല, ഒരു പേഷ്യന്റിന് ഒരു 3-4 അറ്റാക്ക് ഉണ്ടാവും. ഒരു 1 വീക്ക് വരെ ഇത് കാണും. അതായത് ഒരു അറ്റാക്കിന് ശേഷം പിന്നെ സിംറ്റം ഫ്രീ ആയിരിക്കും. പിന്നെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാളെ എങ്ങാനായിരിക്കും അത് വരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കണ്ണിൽ അഫക്റ്റ് ചെയ്യും, ആ കണ്ണിന്റെ പോള വീർക്കും, അവിടുന്ന് മൂക്കിൽ നിന്ന് വെള്ളം ഒഴുകും. പല പ്രാവശ്യം ഇങ്ങനെ കഠിനമായിട്ടുള്ള വേദന ഇങ്ങനെ വരും. എന്നിട്ട് ഈ എന്താ പറയുന്നത്, മുഖത്തുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കൂടുന്ന പോലെ അവിടെ ഭയങ്കര ബ്ലഡിന്റെ ഒരു റഷ് ഉണ്ടാവും. ഒരു അറ്റാക്ക് കഴിഞ്ഞ് പിന്നെ അടുത്ത അറ്റാക്ക് വരെ ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. അത് 3 മണിക്കൂർ മുതൽ 15 മണിക്കൂർ വരെ ചിലപ്പോൾ അടുത്ത അറ്റാക്ക് വരത്തില്ല. അത് അതിൻ്റെ ഇടയിൽ വീണ്ടും ഒന്നും കൂടെ വരും. അപ്പൊ എല്ലാ വർഷവും ഒരു പ്രത്യേക സീസണിൽ ഇത് വരികയും ചെയ്യും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ക്ലസ്റ്റർ ഹെഡേക്കിനെ ആൾക്കാർ ഇതായിട്ട് കണക്കാക്കും. എന്തുവാ, അലർജിക് ഡിസീസ് ആയിട്ട് കണക്കാക്കും. കാരണം മൂക്കിൽ നിന്നും കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരും, കണ്ണ് ചുമന്നിരിക്കും, കണ്ണിന്റെ പോള വീർത്തിരിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കും ഏതോ ഒരു അലർജിക് ഡിസീസ് ആയിരിക്കും, അല്ലെങ്കിൽ അലർജിക് ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷെ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരും. കുറച്ച് ദിവസം അത് നിൽക്കുകയും ചെയ്യും, നിന്നിട്ടേ പോകത്തുള്ളൂ. ഇതിൽ കുറച്ച് ഫ്രഷ് എയറിലൊക്കെ നിൽക്കുവാണെങ്കിൽ ഇതിന് കുറച്ച് ഓക്സിജൻ കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ ഇതിന് കുറച്ച് സുഖം ഉണ്ടാവും. ക്ലസ്റ്റർ ഹെഡേക്ക് കോസസ് സിവിയർ അൺബിയറബിൾ യൂണിലാറ്ററൽ, യൂഷ്വലി അറൗണ്ട് ദ ഐ. ക്ലസ്റ്റർ ഹെഡേക്ക് ദേ ക്യാൻ കം ഇൻ ക്ലസ്റ്റർ, ഒരുമിച്ച് വരുന്നതുകൊണ്ടാണ്. കാരണം ഒരു അറ്റാക്ക് വന്നിട്ട് പിന്നെ വീണ്ടും വരുന്നതുകൊണ്ടാണ്. 3-4 അറ്റാക്സ് എ ഡേ ഫോർ വീക്ക് ഓർ മന്ത്സ്, അങ്ങനെയാണ്. അപ്പോൾ ഇപ്പം നമുക്കൊരു ഡിസംബറിലാണ് ഈ തലവേദന വരുന്നത്, അല്ലെങ്കിൽ ഒരു നവംബറിലാണ് വരുന്നതെങ്കിൽ പിന്നെ അടുത്ത വർഷമായിരിക്കും വരുന്നത്. പക്ഷെ ഇതിങ്ങനെ പെട്ടെന്നൊരു തലവേദന ഇങ്ങനെ വരും, അത് കഴിഞ്ഞ് അതങ്ങ് പോകും. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു ദിവസം തന്നെ പല അറ്റാക്ക് ആയിരിക്കും വരുന്നത്. അറ്റാക്ക് ലാസ്റ്റ് ബിറ്റ്വീൻ 15 minutes to 3 hours, അങ്ങനെയാണ്. അറ്റാക്ക് ആൻഡ് ട്രിഗേർഡ് ബൈ തിങ്സ് ലൈക്ക് ആൽക്കഹോൾ, സ്ട്രോങ് സ്മെൽ, എക്സസൈസ്, ഇതൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഇങ്ങനെ വരും. അതിൻ്റെ സിംറ്റംസ് ഞാൻ നേരത്തെ പറഞ്ഞു. റെഡ് സ്വെള്ളൻ വാട്ടറിങ് ഐസ്, പ്യൂപ്പിൾ കൺസ്ട്രക്ഷൻ, ഐലിഡ് ഡ്രൂപ്പിംഗ്, നേസൽ ഡിസ്ചാർജ്, ഫേഷ്യൽ സ്വെറ്റിംഗ്. അക്യൂട്ട് മാനേജ്മെന്റ് ഇത് അലോപ്പതിക് മാനേജ്മെന്റാണ് പറയുന്നത്, നമുക്ക് വേണ്ട. വാമ്പറിലിത്തിയം. ഓക്കെ. അടുത്തത് നമ്മൾ മൈഗ്രെയിൻ പറയാം. Migraine are the complex neurological condition that causes headache and other associated symptoms. They occur attack that often follow a typical pattern. There are several types of migraine. Migraine without aura, migraine with aura, silent migraine, hemiplegic migraine. അപ്പോൾ മൈഗ്രെയിൻ നമുക്ക് മിക്കവാറും ആൾക്കാർക്ക് നമുക്ക് കിട്ടുന്ന കേസസ് ആണ്, മിക്കവാറും ആൾക്കാർക്ക് ഉള്ളതാണ്, നമ്മളിൽ പല ആൾക്കാർക്കും അഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ ഇത് തലയുടെ ഒരു വശത്തുനിന്ന് തുടങ്ങി മുഴുവനായിട്ട് സ്പ്രെഡ് ചെയ്യുകയും കണ്ണിന്റെ ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ലെഫ്റ്റ് സൈഡ് ആയിരിക്കുമെങ്കിൽ റൈറ്റ് സൈഡ് ആയിരിക്കും, എന്നാലും ഒരു സൈഡിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. ഇതിന് അസോസിയേറ്റഡ് വിത്ത് ഒമിറ്റിക് ആൻഡ് ഓറ
കാണാം. ചില ആൾക്കാർക്ക് ഓറയോട് കൂടി വരാം, ചില ആൾക്കാർക്ക് ഓറ ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇതിനൊരു പ്രീഡ്രോമൽ ഫേസ് ഉണ്ട്. അതായത് ഈ അറ്റാക്ക് വരുന്നതിന് മുമ്പ്, തലവേദന വരുന്നതിന് ഒരു 2 ദിവസം മുമ്പ് മിക്കവാറും മൈഗ്രെയിൻ ഉണ്ടാകുന്ന പേഷ്യൻസിന് അറിയാം എനിക്ക് തലവേദന വരാൻ പോണെന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അങ്ങനെ ഒരു ഫേസ് കാണും. 2 ദിവസം മുമ്പേ ഒരു വിശപ്പില്ലായ്മ, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ്, അങ്ങനെയൊക്കെ അവർക്ക് തോന്നാം. എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല, ചിലർക്ക് പെട്ടെന്ന് തുടങ്ങുകയും ചെയ്യാം. പക്ഷെ എന്നാലും ഒരു പ്രീഡ്രോമൽ ഫേസ് ഉണ്ട്. പിന്നെ പെയിൻ, പിന്നെ ഒരു ഓറ ഉള്ള ആൾക്കാർക്ക് ഓറ ഉണ്ടാകും. അതായത് ചില ആൾക്കാർക്ക് ഒട്ടും വെളിച്ചം പാടില്ല, ഇരുട്ട് മുറിയിൽ കയറി കിടക്കും, വെളിച്ചത്തോടും ശബ്ദത്തോടും ഭയങ്കര അറപ്പായിരിക്കും. അവിടെ പോയി സൈലന്റ് ആയിട്ട് ഒരു ഒച്ചയും കേൾക്കാൻ പറ്റത്തില്ല, പിന്നെ വെളിച്ചവും കാണാൻ പറ്റത്തില്ല, അവിടെ കയറി ഇങ്ങനെ കിടക്കും. ഈ മൈഗ്രെയിൻ ഹെഡേക്ക് 4 to 72 അവേഴ്സ് വരെ നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ഒരു ദിവസം തുടങ്ങി ചിലപ്പോൾ 2 ദിവസം വരെ വേദന കാണും, 3 ദിവസം വരെ വേദന കാണും. ഉറങ്ങിയൊക്കെ എണ്ണീറ്റ് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് കുറച്ച് സുഖമായിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 ടൈപ്പ് ഉണ്ട്, മൈഗ്രെയിൻ വിത്ത് ഓറ, മൈഗ്രെയിൻ വിത്തൗട്ട് ഓറ. ഇത് രണ്ടും കൂടെ വിത്ത് ഓർ വിത്തൗട്ട് ഓറ ഉള്ളത് ഉണ്ട്. ഇനി മൈഗ്രെയിൻ വേദന ഇല്ലാതെ ഓറ മാത്രം വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ വിത്ത് ഓറ ഉണ്ട്, വിത്തൗട്ട് ഓറ ഉണ്ട്, പെയിൻ ഇല്ലാതെ ഓറ മാത്രം വരുന്ന ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിൽ ഓറ എന്ന് പറയുമ്പോൾ വിഷ്വൽ ആയിട്ട് വരുന്ന ഓറ എന്തോന്നാ, നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ കുറെ കുത്തുകൾ പോലെ തോന്നും, വരകൾ പോലെ തോന്നും, ചിലപ്പോൾ രണ്ടായിട്ട് കാണുന്ന പോലെ തോന്നും, നിറം, ചില കളേഴ്സ് ഇങ്ങനെ കാണാം, ചില മിന്നൽ പോലത്തെ ഇങ്ങനെ വെളിച്ചം പോകുന്ന കാണാം. ഇതൊക്കെ വിഷ്വൽ ഓറയിൽ വരുന്നതാണ്. അത് ഓരോരുത്തർക്കും, ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും. വര കാണാം, കുത്ത് കാണാം, വെളിച്ചം കാണാം, നിറം കാണാം, രണ്ടായിട്ട് കാണാം, ഇങ്ങനെ പലതരത്തിലും കാണാം. സെൻസറി ഓറ ഈ മുഖത്തൊക്കെ ഇങ്ങനെ ഒരു മുഖത്തോ കയ്യിലോ കാലിലോ ഒക്കെ എന്തെങ്കിലും അരിക്കുന്ന പോലെ തോന്നുക, ഒരു മരവിക്കുന്നത് പോലെ തോന്നുക, എന്തെങ്കിലും സാധനം ഓടുന്ന പോലെ തോന്നുക, ഇതൊക്കെ നമുക്ക് സെൻസറി ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളതുപോലെ തോന്നും. പിന്നെ മോട്ടോർ ഓറ, കാലിന് കൈക്കൊക്കെ ഒരു വെയിറ്റ് ഉള്ളതുപോലെ തോന്നുക, അല്ലെങ്കിൽ നടക്കുമ്പോൾ ഒരു സെൻസേഷൻ ഇല്ലാത്ത പോലെ തോന്നുക, ഒരു തളർച്ച അനുഭവപ്പെടുക, ഇതൊക്കെ മോട്ടോർ ഓറയാണ്. പിന്നെ വെസ്റ്റിബുലർ ഓറയാണ് തല ചുറ്റൽ, നടക്കാൻ ബാലൻസ് കിട്ടാതെ വരിക, ചെവിയിൽ മൂളുന്ന പോലെ സൗണ്ട് കേൾക്കുക, ഇതൊക്കെ വെസ്റ്റിബുലർ ഓറയാണ്. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഓറയിൽ വരുന്നതാണ് വോമിറ്റിങ്, സ്റ്റൊമക്ക് ഏക്ക്, വയറ്റിൽ ഉരുണ്ട് കയറുന്ന പോലെ തോന്നുക, ഗ്യാസ് ട്രബിൾ ഉണ്ടാകുക, വയറിളക്കം ഉണ്ടാകുക, കൂടുതൽ യൂറിൻ പാസ് ചെയ്യാനായിട്ട് കൂടുതൽ തോന്നുക, കൂടുതൽ പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു മൈഗ്രെയിൻ ഹെഡേക്ക് ഒരു സൈഡിൽ തുടങ്ങി പല സ്ഥലത്തോട്ട് സ്പ്രെഡ് ചെയ്യുന്നതാണ്. അത് വിത്ത് ഓറയും വിത്തൗട്ട് ഓറയും ഉണ്ടാകാം, പെയിൻ ഇല്ലാതെ ഓറ മാത്രം ഉണ്ടാകാം. ഇതിൽ കൂടുതലായിട്ടും വോമിറ്റിംഗ് അസോസിയേറ്റഡ് ആയിട്ട് വരാം, വെളിച്ചത്തിനോടും ശബ്ദത്തിനോടും അവേർഷൻ ഉണ്ടാകാം. അങ്ങനെ അവർ റെസ്റ്റ് എടുക്കുമ്പോൾ അവർക്ക് റിലീഫ് ഉണ്ടാകുന്ന പോലെ തോന്നാം. മിക്കവാറും ഇതിനൊരു പ്രീഡ്രോമൽ സ്റ്റേജ് കാണും, അത് പേഷ്യൻസിന് മനസ്സിലാകും. ഓറ എന്ന് പറയുമ്പോൾ, വിഷ്വൽ ഓറ എന്ന് പറയുമ്പോൾ കണ്ണിൽ ഇരുണ്ട് കയറുക, വെളിച്ചം കയറുക, കളർ പോവുക എന്നൊക്കെ ഉള്ളത്. പിന്നെ സെൻസറി ഓറ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ മരവിച്ചിരിക്കുക, പിന്നെ എന്തെങ്കിലുമൊക്കെ അരിക്കുന്നത് പോലെ തോന്നുക. മോട്ടോർ ഓറ എന്ന് പറയുമ്പോൾ കൈകാലുകൾക്ക് ഭാരം അനുഭവപ്പെടുക, നമ്മൾ തളർച്ച അനുഭവപ്പെടുക, നമ്മൾ ചവിട്ടുന്നത് അല്ലെങ്കിൽ തൊടുന്നത് അറിയാത്ത പോലെ തോന്നുക. വെസ്റ്റിബുലർ ഓറ എന്ന് പറയുമ്പോൾ തലചുറ്റലുണ്ടാകുക, ബാലൻസ് കിട്ടാതെ വരിക, ചെവിയിൽ മൂളൽ ഉള്ള പോലെ തോന്നുക. ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഓറയിൽ വരുന്നതാണ് വോമിറ്റിംഗ്, സ്റ്റൊമക്ക് ഏക്ക്, വയറ്റിൽ ഉരുണ്ടേറ്റ്, ഗ്യാസ് ട്രബിളൊക്കെ. പക്ഷേ ഇപ്പം നമ്മൾ ഓറയെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും കുറേ അധികം ആൾക്കാർക്ക് ഓറ എന്താണെന്നോ അല്ലെങ്കിൽ ഓറ ഉണ്ടാകാത്ത തലവേദനയായിരിക്കും, ശക്തമായ തലവേദന മാത്രമായിരിക്കും പറയുന്നത്. പക്ഷെ ഇതിലൊക്കെ ഇവർക്ക് എല്ലാവർക്കും ഒരു ട്രിഗറിങ് ഫാക്ടർ കാണും. ഈ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആൾക്കാർക്ക് മിക്കവാറും ട്രിഗറിങ് ഫാക്ടർ കാണും. എന്തൊക്കെയായിരിക്കും? ഭയങ്കര സ്ട്രോങ് സ്മെല്ല്, ചില ഫുഡ് കഴിച്ചാൽ, ചോക്ലേറ്റ്, പിന്നെ വേറെ എന്തെങ്കിലും ചായ കോഫി പോലത്തുള്ള ഡ്രിങ്ക്സ് കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക്, ഈ കോള പോലത്തുള്ള ചില ഡ്രിങ്ക്സ് എടുക്കുമ്പോൾ അത് ആ പേഷ്യൻ്റ് നല്ലോണം അറിയാം. അതായത് റിപ്പീറ്റഡ് ആയിട്ട് അവർക്ക് എപ്പോഴാണ് ഈ വേദന വരുന്നതെന്നുള്ളത് പേഷ്യൻ്റ് നല്ല വൃത്തിയായിട്ട് അറിയാം. പേഷ്യൻ്റ് തന്നെ മിക്കവാറും പറയും, അത് കഴിച്ചപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇങ്ങനെ വരുമെന്ന്, അസുഖം വരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന് പറയും. പിന്നെ ചില ആൾക്കാർക്ക്
ഒരുപാട് ട്രാവൽ ചെയ്യുക, ചില ആൾക്കാർക്ക് വെയിൽ കൊള്ളുക. വെയിൽ ഇപ്പം സൈനസൈറ്റിസ് ആണെങ്കിലും ചില ആൾക്കാർക്ക് വെയിൽ കൊള്ളുമ്പോൾ സൈനസൈറ്റിസിന്റെ വേദന ഉണ്ടാവും എന്ന് പറയുന്ന പോലെ മൈഗ്രെയിനും ആൾക്കാർക്ക് ഒരുപാട് വെയിൽ കൊള്ളുമ്പോൾ വരും. മെൻസ്ട്രേഷനിലുണ്ടാവാം, ഇതും ഡീഹൈഡ്രേഷൻ ഉണ്ടാകാം, അബ്നോർമൽ സ്ലീപ്പ് പാറ്റേൺ ഉണ്ടാവാം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ചില ആൾക്കാർ അത് സ്ഥിരമായിട്ട് സത്യത്തിൽ ഈ മൈഗ്രെയിൻ വരുന്നവർ അവരെ തന്നെ ശ്രദ്ധിക്കുക. എത്ര നേരമാണ് അവരുടെ തലവേദന നിൽക്കുന്നത്, എന്തിന് ശേഷമാണ് അവരുടെ തലവേദന വരുന്നത്, എന്ത് ചെയ്താലാണ് അവർക്ക് റിലീഫ് ഉണ്ടാകുന്നതെന്നൊക്കെ പേഷ്യന്റ് തന്നെ സത്യത്തിൽ ശ്രദ്ധിച്ച് നോക്കിയാലാണ് അവർക്കത് മനസ്സിലാക്കാനും അത് പിന്നീട് അത് അവോയ്ഡ് ചെയ്യാനും പറ്റുന്നത്. അപ്പൊ അതാണ് മൈഗ്രെയിൻ. അപ്പൊ ഞാൻ ടെൻഷൻ ഹെഡേക്ക് പറഞ്ഞു, ക്ലസ്റ്റർ ഹെഡേക്ക് പറഞ്ഞു. പിന്നെ ഇതിന്റെ ഒരു ത്രോംബിംഗ് ടൈപ്പ് ഓഫ് ഹെഡേക്ക് ആയിരിക്കും മൈഗ്രെയിൻ്റെ ഹെഡേക്ക്. ഡിസ്കംഫർട്ട് വിത്ത് ലൈറ്റ്സ് അത് ഞാൻ പറഞ്ഞു, ഡിസ്കംഫർട്ട് വിത്ത് ലൗഡ് നോയ്സസ്, വിത്ത് ഓറ വിത്തൗട്ട് ഓറ ഒക്കെ പറഞ്ഞു, സ്പാർസ് ഇൻ വിഷൻ, ബ്ലർഡിങ് വിഷൻ, ലൈൻ അക്രോസ് ദ വിഷൻ, ഇതൊക്കെ പറഞ്ഞു. ടിപ്പിക്കൽ മൈഗ്രെയിൻ സിംറ്റം ഹെമിപ്ലീജിയ, യൂണിലാറ്ററൽ വീക്ക്നെസ് ഓഫ് ദ ലിംസ്, അറ്റാക്സിയ, ചേഞ്ചസ്. ട്രിഗേഴ്സ് ഞാൻ പറഞ്ഞു, സ്ട്രെസ്, ബ്രൈറ്റ് ലൈറ്റ്, സ്ട്രോങ് സ്മെല്ല്, സെർട്ടൻ ഫുഡ്, ഡീഹൈഡ്രേഷൻ, മെൻസ്ട്രേഷൻ, അബ്നോർമൽ സ്ലീപ്പ് പാറ്റേൺ, ട്രോമ, ഇതൊക്കെ ട്രിഗർ ചെയ്യും. ഇപ്പോൾ പ്രോഡ്രോമൽ സ്റ്റേജ് 3 days ബിഫോർ, അതായത് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഓറ ഉള്ളവർക്കാണ് ലാസ്റ്റിംഗ് അപ് ടു 60 minutes. ഹെഡ് ഏക്ക് സ്റ്റേജസ് എന്ന് പറയുന്നത് 4 to 72 hours ആണ്. എല്ലാവർക്കും 72 hours ഒന്നും നിൽക്കണമെന്നില്ല, ഇതൊക്കെ ഡിപ്പെൻസ് ഓരോ ആൾക്കാരെ അനുസരിച്ച്. അതാണ് ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും അവരോട് ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞ് റെസൊല്യൂഷൻ സ്റ്റേജ്, പതുക്കെ അത് ഹെഡ് ഏക്കിൻ്റെ ശക്തി കുറഞ്ഞു വരും. ഇത് അക്യൂട്ട് മാനേജ്മെന്റ്, ഇത് അലോപ്പതിക് ട്രീറ്റ്മെന്റ് ആണ്. ഒക്കെ പിന്നെ ഇവരെങ്ങനെ ശ്രദ്ധിക്കണം? കീപ്പിംഗ് എ ഹെഡ് ഏക്ക് ഡയറി ക്യാൻ ബി ഹെൽപ്ഫുൾ ടു ഐഡന്റിഫൈ ദ ട്രിഗേഴ്സ്. അവർക്ക് മനസ്സിലാകാൻ വേണ്ടി അവരത് നമ്മളിപ്പോൾ പേഷ്യൻറ്റിനോടാണെങ്കിലും പറയണം, എപ്പോഴാണ് വേദന വന്നത്, കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണ് വേദന വന്നത്, ഇപ്പോഴെപ്പോഴാണ് വേദന വന്നത്. അപ്പോൾ അവർക്ക് തന്നെ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹെഡ് ഏക്ക് ഡയറി ആൾസോ യൂസ്ഫുൾ ഇൻ ഡെമോൺസ്ട്രേറ്റിംഗ് ദ റെസ്പോൺസ് ടു ട്രീറ്റ്മെൻറ്റ്. നമ്മളുടെ ട്രീറ്റ്മെൻറ്റിന് എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ളത് നമുക്കത് നോക്കി മനസ്സിലാക്കാം. സർട്ടൻ മെഡിക്കേഷൻ ക്യാൻ ബി യൂസ് to long term to reduce frequency and severity of the attack. Okay, ഇത് അടുത്ത. അപ്പോൾ നമ്മളിപ്പോൾ ടെൻഷൻ ഹെഡേക്കിനെ കുറിച്ച് പറഞ്ഞു, മൈഗ്രെയിൻ പറഞ്ഞു, ക്ലസ്റ്റർ ഹെഡേക്ക് പറഞ്ഞു, സെക്കൻഡറി ഹെഡേക്ക് പറഞ്ഞു, സൈനുസൈറ്റിസ് പറഞ്ഞു. അപ്പോൾ ഏകദേശം സമയമായി കഴിഞ്ഞു. ഇനി അനാൽജസിക് ഹെഡേക്ക്, ഹോർമോണൽ ഹെഡേക്ക് ഒക്കെ പറഞ്ഞല്ലോ അല്ലേ. പിന്നെ ഞാൻ ഒന്നും കൂടെ പറയുവാണ്, ഇതെല്ലാം നമുക്ക് സാധാരണ ഉള്ള ഹെഡേക്ക് നമ്മൾ സിംറ്റം വെച്ച് കണ്ടുപിടിക്കും. ഹെഡേക്ക് പേടിക്കേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ 60 മുകളിലുള്ളവർക്ക് വരുന്ന ശക്തമായ വേദന, പെയിൻ കില്ലർ കൊടുത്തിട്ടും കുറവില്ലാതിരിക്കുക, 72 മണിക്കൂർ ആയിട്ടും ഒരു വ്യത്യാസം ഇല്ലാതിരിക്കുക, ഹെഡേക്കിനോട് കൂടി തന്നെ വീക്ക്നെസ് ഓഫ് ആം ആൻഡ് ലെഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് സ്ട്രോക്ക് ആണോ എന്ന് സംശയിക്കണം. പിന്നെ ഒരു ശക്തമായ വേദന കൊണ്ട് വീണ്ടും ഉറക്കത്തിൽ നിന്ന് എണീക്കുക, ഛർദ്ദിക്കുക, ഡബിൾ വിഷൻ ഉണ്ടാകുക, ഇതൊക്കെ ബ്രെയിൻ ട്യൂമർ അങ്ങനത്തെ കോസസ് നമുക്ക് ചെയ്താൽ. നെക്ക് സ്റ്റിഫ്നെസ് ഉണ്ടോ, പനിയുണ്ടോ, ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. ഹെഡേക്ക് അസോസിയേറ്റഡ് വിത്ത് ഫീവർ ആൻഡ് നെക്ക് സ്റ്റിഫ്നെസ്, ഹെഡേക്ക് വിത്ത് ഫിറ്റ്സ് ഉണ്ടോ എന്ന് നോക്കണം. BP പേഷ്യൻസിന് ഉണ്ടാകുന്ന ശക്തമായ ഇതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ ട്രീറ്റ്മെന്റിലോട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് ഞാൻ ക്ലോസ് ചെയ്തിട്ട് ഞാൻ മറ്റേത് കുറച്ച് പിക്ചേഴ്സ് ഇട്ടിരുന്നു. ഇത് നമുക്ക് ടെൻഷൻ ഹെഡേക്ക്, ക്ലസ്റ്റർ ഹെഡേക്ക്, സൈനസൈറ്റിസ് ഓരോന്നിൻ്റെയും ടൈപ്പ് ഓഫ് പെയിൻ കാണാനായിട്ട്. ഇത് ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെയാണ്. സ്റ്റാബിക് ബേണിംഗ് ഇൻ നേച്ചർ 15 minutes to 3 hours നിൽക്കും. ഫോളോസ് സിക്കാർഡിയൽ പാറ്റേൺ ഒക്കറിങ് അറൌണ്ട് ദ സെയിം ടൈം.
ഇത് സൈനസൈറ്റിസിന്റെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. എന്നാലും ഫ്രോണ്ടൽ സൈനസ്, എത്തമോയിഡൽ സൈനസ്, മാക്സിലറി സൈനസ്, ഇതിൽ നമ്മൾ കോൺസ്റ്റന്റ് ഫേഷ്യൽ പ്രഷർ ആൻഡ് പെയിൻ, ഇൻഫ്ലമേറ്റഡ് സൈനസ് ലൈനിങ്, കൺജഷൻ ഇൻ ദ നേസൽ പാസേജ്, എക്സസീവ് മ്യൂക്കസ് ഡിസ്ചാർജ്. അപ്പൊ ഈ ഇത്തരം സൈനസിലാണ് നമുക്ക് ഉണ്ടാകുന്നത്. ഇതും ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെയാണ്. ക്ലസ്റ്റർ ഹെഡേക്കിൻ്റെ നമ്മൾ പറഞ്ഞതാണ്. ഇത് മൈഗ്രെയിൻ്റെത്. ഓ, ചെറുതായിട്ടാണ് കാണുന്നത്. മൈഗ്രെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഹെഡ് പെയിൻ, നോസിയ ആൻഡ് വോമിറ്റിംഗ്, കോഗ്നേറ്റീവ് ഫോഗ്, ബ്ലർഡ് വിഷൻ, നെക്ക് പെയിൻ, ഫറ്റീഗ്, സെൻസിറ്റിവിറ്റി ടു സൗണ്ട്, സെൻസിറ്റിവിറ്റി ടു ടച്ച്, ലൈറ്റ്. ടെൻഷൻ ഹെഡേക്ക് ഇതിലും കാണിക്കുന്നില്ലല്ലോ. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ മെഡിക്കേഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് മൈഗ്രെയിൻ ഓരോന്നിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മുടെ പേഷ്യൻറ്റിൻ്റെ സിംറ്റം അനുസരിച്ച് നമുക്ക് കൊടുക്കാം. എന്നാലും മൈഗ്രെയിന് ബെൽഡോണ, ഗ്ലോണൈൻ, സ്പൈജീലിയ, സാങ്കുനേറിയ, നെക്സോമിക്ക, നാട്രമോർ, കാലിഫോസ്, സൈക്ലാമൻ, അങ്ങനെ കുറേ മെഡിസിൻസ് ഉണ്ട്. നമ്മുടെ പേഷ്യൻസിൻ്റെ സിംറ്റം അനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. ഓരോന്നിനും ഓരോ പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ബെൽഡോണയുടെ പെയിൻ അനുസരിച്ച് ഒന്നുകൂടെ പതുക്കെ ഒന്ന് പറയാമോ ഏതൊക്കെയാണ് മെഡിസിൻ? മൈഗ്രെയിൻ ആണെങ്കിൽ ബെൽഡോണ. ഇപ്പം നമ്മൾ ഓരോ മെഡിസിൻ്റെ സിംറ്റം അനുസരിച്ചിട്ട് റൈറ്റ് സൈഡഡ് ആണ്. സെൻസേഷൻ ഓഫ് ഫുള്ളിങ്. ഇപ്പം ഇതിൽ തന്നെ നമുക്ക് മൈഗ്രെയിന് ത്രോംബിങ് പെയിൻ ഉണ്ടെന്ന് പറയുന്നത്. ബെൽഡോണയ്ക്ക് നമുക്ക് അങ്ങനെ ത്രോംബിങ് പെയിൻ ഉണ്ട്. പിന്നെ ബി പിയുടെ ഹെഡേക്ക് ആണെങ്കിൽ നമുക്ക് ഗ്ലോണൈൻ കൊടുക്കാം. അതിൽ ഗ്ലോണൈൻ തന്നെ സൺ അഗ്രവേഷൻ ആണെങ്കിൽ നമുക്ക് ഗ്ലോണൈൻ എടുക്കാം. പിന്നെ മൈഗ്രെയിൻ ഒക്കെ ഒരു സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പം ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ സ്പൈജീലിയ കൊടുക്കാം, റൈറ്റ് സൈഡഡ് ആണെങ്കിൽ സാങ്കുനേറിയ കൊടുക്കാം. പിന്നെ സണ്ണിൻ്റെ ഇതനുസരിച്ചിട്ട് സൺറൈസ് ടു സൺസെറ്റ് ഒക്കെ ആണെങ്കിൽ ആ സണ്ണിൻ്റെ ഇതനുസരിച്ചിട്ട് വേദന വരുവാണെങ്കിൽ സാങ്കുനേറിയ. നാട്രമൂറും അങ്ങനെ തന്നെയാണ്, രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള ഇതാണ്. പിന്നെ ഇതൊന്നും മാത്രമല്ല, ഇതൊക്കെ ജസ്റ്റ് പോയിന്റ്. പിന്നെ നമ്മുടെ പേഷ്യൻ്റെ സിംറ്റം അനുസരിച്ചിട്ട് കാലിഫോസ് ടെൻഷൻ ഹെഡേക്ക്, ഇപ്പം ഞാൻ പറഞ്ഞു കാലിഫോസ് ടെൻഷൻ ഹെഡേക്ക് ഉപയോഗിക്കുന്നതാണ്. സൈക്ലാമൻ ഇപ്പോൾ വിഷന് സിക്സാക് പാറ്റേൺ ഓഫ് വിഷ്വൽ ഡിസ്റ്റർബൻസ് നമ്മൾ മൈഗ്രെയിനിൽ പറഞ്ഞു. അപ്പോൾ അതിൽ സൈക്ലാമന് സിംറ്റം ഉണ്ട്, സിക്സാക് പാറ്റേൺ ഓഫ് വിഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്ക് ഏതാണോ പ്രോമിനൻറ്റ്, ഇപ്പം നമ്മൾ ഒരു പേഷ്യൻ്റെ അപ്പോഴത്തെ സിംറ്റം ഏതാണ്, അതിൻ്റെ അസോസിയേറ്റഡ് സിംറ്റം ഏതാണ്, അവരെ കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്താണ് എന്നുള്ളത് വെച്ചിട്ട് നമ്മൾ ഓരോ ഇതും ട്രീറ്റ് ചെയ്യണം. ഈ മൈഗ്രെയിൻ ഉപയോഗിക്കുന്ന ഈ മെഡിസിൻസ് ഒക്കെ തന്നെ നമുക്ക് സൈനസൈറ്റിസിനും ഉപയോഗിക്കാം. പക്ഷെ അതിൻ്റെ സിംറ്റം അനുസരിച്ചിട്ട് ഇപ്പോൾ ബെൽഡോണ ആണെങ്കിൽ നല്ല വേദനയുണ്ട് എന്നൊക്കെയാണെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. സൈനസൈറ്റിസ് സൺ അഗ്രവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഗ്ലോണൈൻ ഉപയോഗിക്കാം. അങ്ങനെ ഈ മെഡിസിൻസ് ഒക്കെ തന്നെ നമുക്ക് അതിലും ഉപയോഗിക്കാം. പിന്നെ മെയിനായിട്ട് കാലിബൈക്ക് നമ്മൾ എപ്പോഴും സൈനസൈറ്റിസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് കാലിബൈക്ക്, ഹൈഡ്രാസ്റ്റിസ് ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ റൂട്ട് ഓഫ് ദ നോസിലുള്ള ഹെവിനെസ്സിനും ഒക്കെ നമ്മൾ കാലിബൈക്ക് ഉപയോഗിക്കും. പിന്നെ കാലിബൈക്ക് ഈ നമ്മുടെ കഫത്തിനെയൊക്കെ പുറന്തള്ളാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. പിന്നെ ഈ ഹൈഡ്രാസ്റ്റിസ് നമ്മളുടെ ഈ കാലിബൈക്കിൻ്റെക്കാളും പോസ്റ്റ് നെസൽ ട്രിപ്പില്ലേ, അകത്ത് ഇങ്ങനെ നമുക്കിങ്ങനെ കഫം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിന് ഹൈഡ്രാസ്റ്റിസ് നല്ലതാണ്. പിന്നെ നമ്മളുടെ അല്ലാതുള്ള ഹെഡേക്ക് മെഡിസിൻസിൽ ഒരുപാട് മെഡിസിൻ ഉണ്ട്. കാൽക്കേരിയ കാർബോസിന, ചിലിനം, സൾഫ്. അതിൻ്റെ ഒന്നും സിംറ്റംസ് ഞാൻ എഴുതിയിട്ടില്ല.
പിന്നെ ജെൽസീമിയം വിത്ത് ഡിംനെസ് ഓഫ് വിഷൻ, അമുലറേഷൻ ബൈ യൂറിനേഷൻ. അപ്പൊ അത് നമുക്ക് മൈഗ്രെയിൻ ഉപയോഗിക്കാം, വിഷനിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴത്തേക്ക്. പിന്നെ ഇപ്പൊ ലാക്കസിസ് ആണെങ്കിൽ അഗ്രവേഷൻ ബൈ സണ്ണ്, വാം, പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോവുകയാണെങ്കിൽ മാക്ഫോസ്. ബെറ്റർ ബൈ വോമിറ്റിംഗ്. ഇപ്പം ഇതിലൊക്കെ മൈഗ്രെയിനിലൊക്കെ നമുക്ക് വോമിറ്റ് ചെയ്തതിന് ശേഷം ആശ്വാസം ഉണ്ടാകുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. അപ്പൊ അത് നെക്സോമിക്ക. ഇപ്പൊ മെഡിസിൻസ് എനിക്ക് തോന്നുന്നു എന്നെക്കാളും കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി നമുക്ക് അതൊരു ഡിസ്കഷൻ ആയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ജസ്റ്റ് നാട്രമൂർ, ഇതുപോലെ ഡേ ടൈം ഉണ്ടാകുന്ന ഹെഡേക്ക്, സ്കൂൾ ഗോയിങ് ഹെഡേക്കിന് നാട്രമൂറും ട്യൂബർക്കുലിനും കാൽക്കേരിയ ഫോസ്, ഇതൊക്കെ നമുക്ക് എല്ലാം നമ്മളുടെ പേഷ്യൻ്റെ സിംറ്റം അനുസരിച്ചിട്ട്, പിന്നെ ഈ ഒരുപാട് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക, കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുക, പിന്നെ തയ്ക്കുക, വാച്ച് റിപ്പയർ ചെയ്യുക, അങ്ങനെയുള്ളവർക്കൊക്കെ റൂട്ടാ. ഹെഡേക്ക് വിത്ത് ഡിംനെസ് ഓഫ് വിഷൻ, കാലി ബൈക്ക്, അതൊക്കെ നമുക്ക് സൈനുസൈറ്റിസിന്റെ മെയിൻ ഒരു മെഡിസിനാണ് കാലി ബൈക്ക്. ഇനി നമുക്ക് ബാക്കിയുള്ളവരൊക്കെ മെഡിസിൻസ് പറയും. മറിയമ്മ ഡോക്ടർ ഇനി അടുത്ത വിശദമായിട്ടുള്ള തലവേദനയെ കുറിച്ചിട്ടുള്ള ക്ലാസ് നമുക്ക് ഡോക്ടർ തന്നു. ഇതില് കൂടുതൽ ചേർക്കാനുള്ളവര് കൂടുതൽ ചേർക്കാം, എന്തെങ്കിലും സംശയമുള്ളവർക്ക് ചോദിക്കാം, ഹാൻഡ് റൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഓവർ സെൻസിറ്റീവ് ടു സൗണ്ട് ആൻഡ് സ്മെല്ലൊക്കെ, അതുമൊക്കെ നമുക്ക് മൈഗ്രെയിൻ്റെ സിംറ്റം ആയിട്ട് വരും. അതായത് മിക്ക മെഡിസിൻ്റെയും സിംറ്റം അതുപോലെ തന്നെ ആ ഹെഡേക്കിൻ്റെ സിംറ്റം ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഫോസ്ഫറസ്, അർജന്റീൻ നൈട്രിക്കം. ഉണ്ട് അർജന്റീൻ ഉണ്ട്. പറഞ്ഞോളൂ ഡോക്ടർ, പറഞ്ഞോ. അതുപോലെ ഇപ്പോൾ ഇവിടെ നമ്മൾ 1-2 കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആരെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്യപ്പെട്ടതായ കേസസ് ഒക്കെ ഡോക്ടർ ജയചന്ദ്രനെയൊക്കെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുവാണ് പറയാൻ വേണ്ടി, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ. ഈയിടെ ഒരു കേസ് റൈറ്റ് ഐയുടെ സിവിയർ പെയിൻ, റൈറ്റ് ഐക്ക് ചുറ്റും. അപ്പൊ ഇപ്പൊ അത് കേട്ടപ്പോ അത് ക്ലസ്റ്റർ ഹെഡേക്ക് ആണെന്ന് തോന്നുന്നു. പക്ഷെ അത് വോമിറ്റിംഗ് കൊണ്ട് റിലീഫ് ഇല്ല. ഇത് ഐറിസ് കൊണ്ട് പറഞ്ഞു. ആണോ? ഐറിസും ഉണ്ട് മെഡിസിൻ. റൈറ്റ് ഐയുടെ അമിനറേഷൻ ഇല്ല ഛർദിച്ചാൽ. ഓക്കെ, ഡോക്ടർ ജയചന്ദ്രൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? സാറേ, ഡോക്ടർ ജിനിയുടെ ക്ലാസ് നന്നായിരുന്നു. പിന്നെ എൻ്റെ ക്ലിനിക്കിൽ കൂടുതലും വന്നിട്ടുള്ള തലവേദന കേസുകളെന്ന് വെച്ചാൽ, ഒന്ന് ഈ ആദ്യമായിട്ടൊക്കെ ലിക്വർ കഴിക്കാൻ തുടങ്ങുന്ന പിള്ളേർ, ലിക്വർ കഴിച്ചിട്ട് ഒരു പാതിരാത്രിയാകുമ്പോൾ ഉറക്കം പോയി, പിന്നെ നേരം വെളുക്കുന്ന ഒരു അറ്റാക്ക് ആയിരുന്നു എന്ന് പറഞ്ഞുള്ള കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ ചില മാരീഡ് കപ്പിൾസ് ഈ വയഗ്ര പോലുള്ള ഗുളികയൊക്കെ കഴിച്ചിട്ട് അവർക്ക് വെളുപ്പംകാലമായപ്പോൾ തല പൊട്ടുന്ന വേദന ഇപ്പം ചത്തു എന്നുള്ളൊരു, അവർ ഓടിപ്പിടിച്ച് കരഞ്ഞ് തലയെ കെട്ടിപ്പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അങ്ങനെയുള്ള കേസുകൾ വന്നിട്ടുണ്ട്. പിന്നെ വന്നിട്ടുള്ളത് ഈ BP കൂടിയിട്ട്, വളരെ BP കൂടിയിട്ടൊക്കെ വന്നിട്ടുള്ള കേസുകളുണ്ട്. പിന്നെ ഞാൻ കൂടുതൽ ഇതിനൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ ക്ലോണൈൻ 3X, മാക്രോസ് 3X, ബെൽഡോണോണം, ഇങ്ങനെയുള്ളതൊക്കെയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അർജന്റീൻ നൈട്രിക്കം, അതൊക്കെ. സൈനസൈറ്റിസിന് എനിക്ക് കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ള, കൂടുതലും ലേഡീസ് ആണ് കൂടുതലും കിട്ടിയിട്ട്. പൾസാറ്റിലെ ഹയർ പൊട്ടൻസി കൊടുത്തിട്ട് എനിക്ക് പല കേസുകളും മാറിയിട്ടുണ്ട്.
ലേഡീസിനാണ് കൂടുതലും അതങ്ങനെ വന്നിട്ടുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് കൊടുത്തതായിരിക്കും അല്ലെ? അങ്ങനെ കൊടുത്താണ് പട്ടല്ല എയർപോർട്ടിൽ കൊടുത്തു പല കേസുകളും മാറിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ മാക്രോസ് റെമഡീസ് കൊടുക്കുമ്പോ ഇപ്പൊ ഇതില് നാട്രമൂറ് സെറ്റിലൊക്കെ വരുമ്പോഴേ നമുക്ക് അങ്ങനെ കൊടുക്കുമ്പോഴും ഒരുപാട് ക്യൂർ കിട്ടും. പിന്നെ ചില വല്യമ്മമാര് ഈ പുതിയ ഫുഡ് എന്തെങ്കിലും എന്ന് വെച്ചാൽ ഈ അവരുടെ മക്കളും മരുമക്കളും ഒക്കെ പുറത്തു പോയി വല്ലതൊക്കെ തിന്നിട്ട് അമ്മച്ചിക്കെന്നും പറഞ്ഞ് മാറ്റിക്കൊണ്ട് വരുന്നു. ആ ഫുഡ് ജങ്ക് ഫുഡ് കഴിച്ചിട്ട് തലവേദന എന്നും പറഞ്ഞ് ചില വല്യന്മാർ വന്നിട്ടുണ്ട്. അതിനൊക്കെ ഞാൻ നെക്സോമിക്കയും പിന്നെ കാർബോജലേക്ക് പൊടി ഇങ്ങനെയുള്ളതൊക്കെയാണ് കൊടുത്ത് എനിക്ക് എക്സ്പീരിയൻസിൽ കിട്ടിയിട്ടുള്ളത്. അതെ, അതില് നെക്സോമിക്ക നല്ല എഫക്റ്റ് ആണ് അതില് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അതെ, പിന്നെ ഇപ്പൊ ഈ പരീക്ഷ എക്സാം ടൈം ഒക്കെ ആകുമ്പോൾ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ എക്സാമിനോടുള്ള പേടി കൊണ്ട് ഈ ടെൻഷൻ അറ്റാക്ക് വരുന്നുണ്ട്. ഡോക്ടർ എക്സ്പീരിയൻസിൽ എന്താണ്? എന്തോ ഡോക്ടർ കൊടുക്കുന്ന ജൽസീമയാണോ? ജൽസീമയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അതല്ലാതെ ജൽസീമയാണ്. അത് ഞാൻ എക്സാമിന് പോകുന്ന ദിവസം നേരത്തെ കൊടുത്തു. എക്സാമിന് പോകുന്ന ദിവസം കൂടെ രാവിലെ പറയാറുണ്ട്, അമ്മമാരെ കൊടുക്കാറുണ്ട്. അതില് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതായത് വേറെ വന്നിട്ട് ഡോക്ടർ ആരും പറഞ്ഞു. അല്ല, അതല്ലാതെ ഒരു പ്രാവശ്യം ഇതുപോലെ പിന്നെ എൻ്റെ ഒരു കസിൻ തന്നെയാണ്. അപ്പൊ പുള്ളിക്കാരിക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ഭയങ്കര തലവേദനയും വരും, ടെൻഷനും വരും. അപ്പൊ സത്യം പറഞ്ഞാൽ ഞാൻ അമ്പാടി ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് അർജന്റ് നൈട്രിക്കം കൊടുത്തിരുന്നു. അത് ഭയങ്കര പുള്ളിക്കാരിക്ക് അപ്പൊ തന്നെ ആ പേടി അങ്ങ് മാറി. ആ ട്രാവൽ ചെയ്യാൻ എന്തൊക്കെയോ എടുത്ത് ഇങ്ങനെ അടുക്കി വെക്കുക, ടെൻഷൻ അടിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇതും കൊടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി ഇങ്ങനെ അടുക്കി പോലും വെക്കാതെ അങ്ങനെ ഭയങ്കര എന്താ പറയുന്നത്, ഭയങ്കര കൂളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ആ തലവേദന ഒന്നും ഇല്ല, അങ്ങനെ ഒരു പേടിയില്ലാന്ന്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ ഡോക്ടർ എസ് തിവാരിയുടെ ഒരു ഇത് കേട്ടപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ ഹിന്ദിയിലാണ് പറയുന്നത്. അത് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് അതില് പിന്നെ എവിടാണോ പോകേണ്ടത്, ഇപ്പൊ ബസ്സിലാണ് പോകേണ്ടതെങ്കിൽ ബസ് കയറി ഇരിക്കുന്നത് വരെ ഉള്ള ഒരു ടെൻഷൻ, അല്ലെങ്കിൽ ട്രെയിനിലാണ് കയറി പോകുന്നതെങ്കിൽ ട്രെയിനിൽ കയറി ഇരിക്കുന്നത് വരെ ഉള്ള ഒരു ടെൻഷൻ. അപ്പോൾ ആ ടെൻഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഹെഡേക്കുകൾക്കെല്ലാം ഈ അർജന്റ് നൈട്രിക്, അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി ആ സ്ഥലത്തെത്തുക, അത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, അതിന് നമുക്ക് അർജന്റ് നൈട്രിക്ക ഉപയോഗിക്കാമെന്ന് അദ്ദേഹത്തിന്. പിന്നെ ഈ ഒരു എക്സാമ്പിൾ ശരിക്കും കണ്ണി കണ്ട ഒരു എക്സാമ്പിളാണ്. ഭയങ്കര ടെൻഷനായിരുന്നു, ഉറക്കമൊന്നുമില്ല, പുള്ളിക്കാരിക്ക് ഫ്ലൈറ്റിൽ കയറി പോകണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ കഴിച്ചതിന് ശേഷം പിന്നെ രണ്ടു ദിവസം മുമ്പേ കഴിച്ചു. പോകാൻ നേരത്ത് ഭയങ്കര കൂളായിട്ട്, ഒട്ടും വെപ്രാളമില്ലാന്ന് പറയത്തില്ലേ, നമുക്ക് ആ കുറച്ച് വെപ്രാളം വേണമായിരുന്നെന്ന് നമുക്ക് തോന്നുന്ന ഒരവസ്ഥയിലോട്ടായിപ്പോയി. അതിങ്ങനെ പലരും എന്നോട് വന്ന് ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂർ കല്യാണമാണ്, പോകണം, വണ്ടിയിലിരുന്ന് ഛർദ്ദിക്കും, തലവേദന വരും, തല ഇറങ്ങും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വന്നിട്ട് ഡോക്ടർ പറഞ്ഞ പോലെ ജനറേറ്റ് ഞാൻ അവരെ കൊണ്ടുപോകാൻ തന്നെ കൊടുക്കും. വണ്ടിയിലിരുന്ന് തന്നെ തലേ ദിവസവും അന്നും ഒക്കെ കൂടെ 2-3 നേരമൊക്കെ കഴിച്ചിട്ട് കണ്ണുടച്ച് അവിടെ നിന്ന് കിടക്കുന്നൊക്കെ ഞാൻ പറയാറുണ്ട്, കൊടുത്തു വിടാറുണ്ട് ഞാൻ. ഓക്കെ, നന്ദി ജയന്ദ്രൻ ഡോക്ടർ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യണേ. സംശയം ഉണ്ടെങ്കിൽ പറയുന്ന കേൾക്കാൻ ഞങ്ങൾ സാഗൂതം വെച്ചു. എന്തായാലും ഡോക്ടർ പ്രസന്റേഷൻ വളരെ നന്നായിരുന്നു. ആ വെറൈറ്റീസ് ഒക്കെ പറഞ്ഞാൽ കൊള്ളാം. അപ്പൊ ഞാനൊരു ഒരു കേസ് ഷെയർ ചെയ്യാണേ. ഒരു 10-12 കൊല്ലത്തിന് മുമ്പേ ഇങ്ങനെ ബിസി പ്രാക്ടീസ് ആയിട്ടിരിക്കുമ്പോൾ ഫെഡറൽ ബാങ്കിലെ ഒരു മാനേജർ ക്യൂ ഒക്കെ ഇരുന്നകത്ത് വന്നിട്ട് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് 47 കൊല്ലം പഴക്കമുള്ള ഒരു തലവേദന. ഞാൻ ഹിസ്റ്ററി ഒക്കെ എടുത്തു. അപ്പൊ ഒരാൾ റെഫർ ചെയ്തിട്ട് വന്നതാണ്. പുള്ളി ഫെഡറൽ ബാങ്കിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തലവേദന വന്നാൽ പുള്ളിക്ക് വെളിച്ചമൊന്നും നോക്കാൻ പറ്റത്തില്ല, ഇരുട്ട് മുറിക്കാത്തിരിക്കും. ക്രോണിക് മൈഗ്രെയിൻ. തിരുവനന്തപുരത്തുള്ള ഒരു 10ഓളം ന്യൂറോളജിസ്റ്റിനെ കണ്ടിട്ടാണ് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് മെഡിസിൻസ് കൂടെ കൊടുത്തു നോക്കാന്ന് ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് ബുക്കിലൊക്കെ കുറിച്ച് ഒരു കാർഡൊക്കെ കൊടുത്തു. അദ്ദേഹത്തിന് എപ്പോഴും വന്ന് ക്യൂ ഇരിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഒരു മാസത്തേക്ക് മരുന്ന് വേണം. 1 മാസം മരുന്നൊക്കെ വാങ്ങിച്ചു പോയി. മരുന്ന് ഞാൻ ഓർക്കുന്നില്ല, നമ്മുടെ ഹോമിയോ മെഡിസിൻസ് ചികിത്സയിലും ആയിരിക്കും കൊടുത്തത്. ഇദ്ദേഹം ഇതൊക്കെ വാങ്ങിച്ചിട്ട് പോയി, പിന്നെ വന്നില്ല. അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ മറന്നുപോയി.
ഒരു കൊല്ലമൊക്കെ ആയപ്പോൾ അദ്ദേഹം വീണ്ടും വന്ന് ക്യൂ ഒക്കെ ഇരുന്ന് അകത്ത് വന്ന് അദ്ദേഹം വന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മകൾക്ക് ചിക്കൻ പോക്സിന് പ്രിവെന്റീവ് വേണം, പൂനെയിലാണ്. അപ്പൊ ആ പ്രിവെന്റീവ് ഒക്കെ എടുത്തപ്പം അദ്ദേഹം ചോദിച്ചു, ഡോക്ടർക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പൊ ഞാന് ഇങ്ങനെ ഒരു മൈഗ്രെയിൻ ആയിട്ട് വന്നതാണ്, ഹിസ്റ്ററിയൊക്കെ. ഞാൻ പറഞ്ഞു ഡോക്ടർ സാറ് മൈഗ്രെയിൻ ആയിട്ട് കഴിഞ്ഞു, അപ്പൊ ഇന്ന ആള് പറഞ്ഞിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ. അപ്പൊ ഞാനൊരു കാർഡ് തന്നു കാണൂല, കാർഡുണ്ടോ? അപ്പൊ പറഞ്ഞു കാർഡൊക്കെ പോയി ഡോക്ടറെ. അപ്പൊ ഞാൻ ചോദിച്ചു സാർ ഏത് മാസമായിരിക്കും വന്നത്? അപ്പൊ ഞാൻ ഹിസ്റ്ററി വെച്ച് തപ്പി പോയി കാർഡ് കണ്ടുപിടിച്ചു, ഞാൻ ആ പ്രിസ്ക്രിപ്ഷൻ കണ്ടുപിടിച്ചപ്പോൾ ഞാനൊരു 1/2 പേജ് നോട്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്, നമ്മളെ ഹിസ്റ്ററിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ സത്യം ഞാൻ നിങ്ങള് പറഞ്ഞു അതിൽ എഴുതിയിട്ടുണ്ട് 47 years ആയ ഹെഡേക്ക്. ഞാൻ കുറെ വഴക്കൊക്കെ പുള്ളിയെ പറഞ്ഞു. എല്ലാം പുള്ളി വളരെ സൗമ്യനായിട്ട് കേട്ടിട്ട് അടുത്ത മറുപടിയിൽ എന്റെ ഉത്തരം മുട്ടിപ്പോയി. ഡോക്ടർ ഒരു കവാലത്തിൽ ഒരു അടി തന്നാലും കൊള്ളാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ ഈ തലവേദന പിന്നെ ഇതുവരെ വന്നിട്ടില്ല. എന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് ഈ പറയുന്നത്. അതായത് ഇപ്പൊ ഞാൻ വിചാരിച്ചു 2 കോഴ്സ് മരുന്നൂടെ കഴിക്കാം. എന്റെ ജോലി ഇപ്പൊ ഡോക്ടർക്ക് പേഷ്യന്റിനെ പറഞ്ഞു വിടുകയാണ്. ഞാൻ പറയും സാറേ ഞാൻ ക്ഷമിക്കണം, സാറിന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്റെ വിഷമം കൊണ്ട് പറഞ്ഞാണ്. അല്ല അതൊന്നും കുഴപ്പമില്ല, ഡോക്ടർ പറഞ്ഞൊക്കെ കൊള്ളാൻ ഞാൻ തയ്യാറാണ്. അതായത് ഈ 2 കോഴ്സ് മരുന്ന് കഴിഞ്ഞ ശേഷം പുള്ളിക്ക് പിന്നെ ഇതുവരെ തലവേദന വന്നിട്ടില്ല. ദാറ്റ് ഈസ് ഹോമിയോപ്പതി. ഡോക്ടർ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ഡോക്ടറെ മ്യൂട്ടായി പോയി. കേക്കാലോ? ഇപ്പൊ കേക്കാം. അപ്പൊ ഇങ്ങനെ ഒരു, അതായത് നമ്മുടെ ഹോമിയോപ്പതിയിൽ കറക്റ്റ് കേസ് ടേക്കിംഗ് എടുത്തിട്ട് നമ്മൾ തെർമലോക്ക് നോക്കിയിട്ട് മെഡിസിൻ കൊടുത്താൽ മൈഗ്രെയിൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ക്യൂറബിൾ ആണ്. അലോപ്പതിയിൽ ഓൺലി പെയിൻ കില്ലേഴ്സ് മാസങ്ങളും വർഷങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുകയും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്കാൻ എടുക്കുകയും. അപ്പൊ അതിൽ എന്റെ ഒരു അനുഭവം മൈഗ്രെയിൻ എന്ന് പറയുന്നത് എനിക്കിപ്പോ മറന്നു. ഇതിപ്പോ കുറെ നാളെ 10-12 കൊല്ലത്തിനും വേണ്ടുന്ന സംഭവമാണ്. പക്ഷെ ഡോക്ടർ ശ്രദ്ധിക്കുക, ഇത് നമുക്ക് കംപ്ലീറ്റ് സ്കോപ്പുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് കേസ് എടുത്തിട്ട് മെഡിസിൻ കൊടുത്താൽ 100% ക്യൂറബിൾ. 100 വേണം, നമുക്ക് 99% പറയാം. കാരണം മാസങ്ങളും വർഷങ്ങളും പെയിൻ കില്ലറും എന്താ സ്കാൻ ഡിഫറെന്റ് ഡോക്ടേഴ്സിനെ കാണുന്നു, കുറയുന്നില്ല. 2 കോഴ്സ് മെഡിസിൻ എങ്ങനെയാ കുറയുന്നത്? ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. കാരണം വെച്ചാൽ 47 years പഴക്കമാണ്. ഞാൻ പ്രാക്ടീസ് അന്ന് തുടങ്ങിയപ്പോൾ ഒരു 27-28 കൊല്ലം അന്ന് എനിക്ക് സർവീസ് ഉള്ളൂ. ആ സമയത്ത് 47 കൊല്ലം പഴക്കമുള്ള തലവേദനയാണ് വരുന്നത്. അപ്പൊ നമ്മള് ഓരോ ഡോക്ടർമാരും ട്രൈ ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു വലിയൊരു ക്യൂർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് എന്റെ അനുഭവം. അത് ഞാൻ ഷെയർ ചെയ്യാനാണ് ഇപ്പൊ സംസാരിച്ചത്. അതിന്റെ ഡോക്ടറുടെ ക്ലാസ് വളരെ വളരെ ഭംഗിയായിരുന്നു. ആ ഡിഫറെന്റ് ടൈപ്സ് എല്ലാം കൊള്ളാം. പക്ഷെ നമ്മുടെ ബേസ്ഡ് ഓൺ സിംറ്റംസ് ആണെങ്കിൽ കൃത്യമായിട്ട് കേസ് എടുത്താൽ കുറയും. അതാണ് എന്റെ അനുഭവം. അത് ഷെയർ ചെയ്യാനാണ് സംസാരിച്ചത്. താങ്ക് യു വെരി മച്ച്. അനുഭവം ഷെയർ ചെയ്തേ. താങ്ക് യു സോ മച്ച്. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യണേ. എനിക്ക് തോന്നുന്നു ഡോക്ടർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. 58 ആയി. ഡോക്ടറെ ഞാൻ ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഈ ഹണിമൂൺ സിക്നെസിന്റെ കൂടെ വരുന്ന ഹെഡ് അറ്റാക്കിന് ഡോക്ടറെ എക്സ്പീരിയൻസിൽ എന്തെങ്കിലും മരുന്ന് വന്നിട്ടുണ്ടോ? എൻ്റെ അടുത്ത് ചില കേസുകൾ വന്നിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് മരുന്ന് ഒന്നും ഓർമ്മ വരാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്തിട്ട് കുറച്ച് മറ്റേ ക്രീമൊക്കെ ഉപദേശിക്കും പറഞ്ഞിട്ട് ഞാൻ ഒന്നും അറിഞ്ഞോടാത്ത റെപ്പോസും മാക്കോസും മാറി മാറി കഴിക്കുക, ഉറങ്ങാൻ പോണതിന് മുമ്പ് ജൽസീമിയൊക്കെ കഴിക്കുക എന്നും പറഞ്ഞ് കൊടുത്ത് കുറെ ടെൻഷൻ തന്നെ ആയിരിക്കും അല്ലെ? പുതിയൊരു തീർച്ചയായിട്ടും പുതിയ ഒരാളെ നമ്മൾ ഇംപ്രസ് ചെയ്യണം, അവരുടെ മനസ്സിൽ കയറി പിടിക്കണം, അവരുടെ മുമ്പിൽ ഒരു നല്ല പേഴ്സണാലിറ്റി ആയിട്ട് അഭിനയിക്കണം. ഇതൊക്കെ ഒരാൾക്ക് ഒരു ടെൻഷൻ തന്നെയല്ലേ? അപ്പൊ അതൊരു കൈൻഡ് ഓഫ് ടെൻഷൻ ഹെഡേക്ക് ആണെന്ന് നമുക്ക് കൂട്ടാം. അത് കൂടുതൽ അറിഞ്ഞോടെ നമ്മൾ കുറച്ച് ഉപദേശമൊക്കെ കൊടുത്ത് വാട്ട് ഈസ് ഇറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് കുറെ ടെൻഷൻ മാറും. അതെ അതെ. പിന്നെ ഡോക്ടറെ നന്ദി പറയണമെന്നും കൂടെ പറയാനാ പോകുന്നതിന് മുമ്പ്. അജനി ഡോക്ടറെ ക്ലാസ്സുകള് എല്ലാ ക്ലാസ്സും വളരെ നല്ല നല്ല ക്ലാസ്സുകളാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇന്നും വന്ന് നമുക്ക് നല്ലൊരു തലവേദനയെ പറ്റി നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് തന്നതിന് നമ്മുടെ എല്ലാവരുടെയും ഈ പ്ലാറ്റ്ഫോമിലുള്ള എല്ലാവരുടെയും പേരിലും നമ്മുടെ മോഡറേറ്ററുടെ പേരിലും എല്ലാവരുടെയും പേരിൽ ഡോക്ടർക്ക് നന്ദിയും സ്നേഹവും വീണ്ടും വീണ്ടും വരണേ ചെയ്യുന്നു.
താങ്ക് യു ഡോക്ടർ, താങ്ക് യു. നന്ദി ജയന്തൻ ഡോക്ടറെ. എന്തായാലും ഡോക്ടറുടെ ക്ലാസ് വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കുവെച്ച ജയന്തൻ ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ, അതുപോലെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഈ സൂം വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. വീണ്ടും ഡോക്ടർ ഇതുപോലെയുള്ള നല്ല ക്ലാസ്സസ്, ഡോക്ടറുടെ ക്ലാസ്സിന്റെ ഗുണം അതാ പിക്ചർ ഉൾപ്പെടെ എല്ലാം നല്ല വ്യക്തമായിട്ട് ഇന്നിപ്പോ തന്നെ ആ ക്ലസ്റ്റർ ഹെഡേക്ക് ഞാൻ പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് കണ്ടപ്പോഴാണ് ആ കണ്ണിന് ചുറ്റും മാത്രമായിട്ടുള്ള വേദന. അപ്പം നമ്മൾ മൈഗ്രെയിൻ ആണോ എന്ന് ആദ്യം സംശയിച്ചു പോകും, അങ്ങനെയുള്ളൊരു ഹെഡേക്ക്. അപ്പൊ അതുപോലെ നമ്മളെപ്പോഴും നമ്മളുടെ 5 സെൻസസിൽ കൂടെ എടുക്കുന്നതിൽ കൂടുതൽ ഒരു 70% നമ്മുടെ കണ്ണിൽ കൂടെ എടുക്കുന്നത്. അതാണ് നമ്മൾ പറയുന്നതിനേക്കാൾ പിക്ചേഴ്സിന് കുറച്ച് ഇമ്പോർട്ടൻസ്. കാരണം ആ പിക്ചർ കാണുമ്പോഴേ നമുക്ക് നമ്മുടെ മനസ്സിൽ നിൽക്കുന്നത്. മറക്കുകയില്ല. അതുപോലെയുള്ള നല്ല ക്ലാസ്സുമായിട്ട് ഇനിയും ഡോക്ടർ വരണം. നമ്മുടെ 1640 പ്രതിദിന സൂം വെബിനാർ ഇവിടെ ഭംഗിയായി അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു മറിയാമ്മ ഡോക്ടറെ. ഡോക്ടർ ഇങ്ങനെ ഭയങ്കര മൈൽഡ് ആൻഡ് ജെന്റിലാണ്. മറിയാമ്മ ഡോക്ടറുടെ എന്താ പറയുന്നത്, ആ മോഡറേഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂളായിട്ടിരുന്ന മോഡറേറ്റ് ചെയ്യുന്നത്. പിന്നെ സത്യത്തിൽ ഇപ്പം നിങ്ങൾ രണ്ടുപേരും വന്ന് കേസ് ഷെയർ ചെയ്തതും എനിക്ക് വലിയ സന്തോഷമായി. കാരണം അങ്ങനെ നമ്മൾ കേസ് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മൾ എടുത്തതിനും ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ. ഡോക്ടർ ജയചന്ദ്രനും ഡോക്ടർ അനിൽകുമാറിനും പ്രത്യേകം താങ്ക്സ്. കൂടിയ എല്ലാവർക്കും താങ്ക് യു. വളരെ സൈലന്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയും എനിക്കെതിരെ ഒരു ക്രിറ്റിസൈസും ഒന്നും പറയാതിരിക്കുകയും ചെയ്തതിന് താങ്ക് യു. ഓക്കെ, എന്നാലേ ബൈ ബൈ, ലവ് യു. താങ്ക് യു. എൻ്റെ വെക്കട്ടെ. ഓക്കെ.